ദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല. ഒരു പക്ഷേ കേരളീയ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ചരിത്ര സംഭവമായി മാറപ്പെടാൻ പോകുന്ന അഭിവന്ദ്യനായ നമ്മുടെ നേതാവിന്റെ പ്രഭാഷണം. നമ്മുടെ നേതാവിന്റെ വീൽ ചെയർ പൊന്നാനി മണ്ണിൽ ഉരുണ്ടു തുടങ്ങിയിരിക്കുകയാണ്. കോട്ട കൊത്തളങ്ങൾ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് കേരള രാഷ്ട്രീയ രംഗത്ത് പുത്തൻ ചലനങ്ങൾക്ക് നാന്ദി കുറിക്കുന്ന ഒരു പരിപാടിയായി ഈ പരിപാടി മാറപ്പെടാൻ പോവുകയാണ്. ഈ പരിപാടി കേരളീയ രാഷ്ട്രീയ രംഗത്ത് തന്നെ വമ്പൻ മാറ്റങ്ങൾക്ക് നാന്ദി കുറിക്കുന്ന ഒരു പരിപാടിയായി മാറപ്പെടാൻ പോവുകയാണ്. നേരത്തെ എൻ്റെ സുഹൃത്തുക്കളുടെ പ്രതിപാദിച്ചതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് നിന്നുള്ള 20 ലോക്സഭാ അംഗങ്ങളിൽ ഒരേ ഒരാൾ മാത്രമാണ് സാമ്രാജ്യത്വത്തിന് അനുകൂലമായി വോട്ട് ചെയ്തത്. ആ സാമ്രാജ്യത്വത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത ആ എംപിയുടെ മണ്ഡലത്തിൽ തന്നെയാണ് അർത്ഥവത്തായി നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ആണവ കരാറിൽ തുടങ്ങി അക്ഷരം പഠിപ്പിക്കുന്ന അധ്യാപകനായ നമ്മുടെ പ്രിയ സഹോദരൻ ജെയിംസിനെ ചവിട്ടിക്കൊന്നതുൾപ്പെടെ സമസ്ത കാര്യങ്ങളെ കുറിച്ചും അഭിവന്ദ്യനായ നേതാവിന്റെ പ്രൗഢോജ്വലമായ പ്രഭാഷണം സർവശക്തനായ ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ച് ആശീർവദിച്ച് മർദ്ദിത ജനവിഭാഗത്തിന് സംഭാവന ചെയ്ത നാവിന്റെ ഉടമയായ അഭിവന്ദ്യനായ നേതാവിന് വേണ്ടി ഞാൻ വഴിമാറുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മർദ്ദിത ഐക്യം സിന്ദാബാദ്, PDP സിന്ദാബാദ്. ഈ മഹത്തായ സമ്മേളനം നടക്കുന്ന പൊന്നാനി നിയോജക മണ്ഡലത്തിൻ്റെ പ്രസിഡന്റ് ജനാബ് ബാവ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന PDPയുടെ സംസ്ഥാന ജില്ലാ മണ്ഡലം നേതാക്കന്മാരെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. PDPയുടെ പൊന്നാനി നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ആണവ കരാർ വിരുദ്ധ സമ്മേളനമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പൊന്നാനി നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഒരു പരിപാടി തന്നെ ഇത്ര ആവേശകരമാണ് എങ്കിൽ പൊന്നാനി പാർലമെന്റ് മണ്ഡലം സംഘടിപ്പിക്കുന്ന പരിപാടി എത്ര ആവേശകരമായിരിക്കുമെന്ന് നിങ്ങളുടെ PDPയുടെ ഒരു പാർലമെന്റ് സമ്മേളനത്തിനുള്ള സ്ഥലവും സൗകര്യവും പൊന്നാനിയിൽ ഉണ്ടാകില്ല എന്നാണ് ഈ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പരിപാടി തെളിയിക്കുന്നത്. പാർട്ടി നടത്തുന്ന ആണവ കരാർ വിരുദ്ധ സമരങ്ങളുടെ ആദ്യത്തെ പ്രതിഷേധ റാലിയും സമരവും ആഗസ്റ്റ് 15-ന് കോഴിക്കോട് നടക്കുകയുണ്ടായി. രണ്ടാമത്തെ പരിപാടിയാണ് ഇന്ന് പൊന്നാനിയിൽ നടക്കുന്നത്. സംസ്ഥാനത്താകമാനം ആണവ കരാർ വിരുദ്ധ റാലിയും സമ്മേളനങ്ങളും ഹൗസ് ക്യാമ്പയിനും ഒക്കെ പാർട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ആണവ കരാർ വിരുദ്ധ സമ്മേളനം പരിപാടി എന്നൊക്കെ പറയുമ്പോൾ പൊന്നാനിയിൽ അത് നടക്കുമ്പോൾ അതിന് വലിയ അർത്ഥമുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2 കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന് ആണവ കരാറിനെ അനുകൂലിച്ച കേരളത്തിൽ നിന്ന് പോയ ഒരേ ഒരു MP പൊന്നാനിക്കാരായ നിങ്ങളുടെ പ്രതിനിധിയാണ്. മറ്റൊന്ന്, സാമ്രാജ്യത്വത്തിനെതിരെ, രാജ്യത്തെ അധിനിവേശ ശക്തികൾക്കെതിരെ അതിശക്തമായ പോരാട്ടത്തിന്റെ പടയെടുത്ത മഹാനായ വെളിയങ്കോട് ഉമർ ഖാലി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിന്റെയും മഹാനായ ഖുത്ബുസ്സമാൻ സയ്യിദ് അലവി തങ്ങളുടെയും ഒക്കെ മണ്ണാണിത്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിന്റെ മണ്ണാണിത്. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന
അതിശക്തമായ പോരാട്ടത്തിന്റെ പാരമ്പര്യമുള്ള, പോരാട്ടത്തിന്റെ വീര്യമുള്ള, പോരാട്ടത്തിന്റെ ആവേശമുള്ള, പോരാട്ടത്തിന്റെ ഉണർവുള്ള പൊന്നാനിക്കാരുടെ മുന്നിലാണ് സാമ്രാജ്യത്വ വിരുദ്ധ പ്രതിജ്ഞയും എടുത്തുകൊണ്ട് ഈ സമ്മേളനം PDP നടത്തുന്നത്. ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് വളരെ വ്യക്തമായി ഞാൻ പറയുകയാണ്. PDP സാമ്രാജ്യത്വ വിരുദ്ധ പരിപാടി നടത്തുന്നതും സമ്മേളനങ്ങൾ നടത്തുന്നതും ഒന്നും മുസ്ലിം ലീഗിനെതിരല്ല. അങ്ങനെ PDPക്ക് എതിർക്കാൻ വേണ്ടിയൊന്നും ഇപ്പൊ മുസ്ലിം ലീഗ് ഇല്ല. മുസ്ലിം ലീഗിനെതിരാണ്, മുസ്ലിം ലീഗിനെ എന്തോ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയാണ്, ലീഗിൽ എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണ്, ലീഗിനെ തകർക്കാൻ വേണ്ടിയാണ്. അത് അല്ലാഹു തആല സ്വയം തകർത്തുകൊണ്ടേയിരിക്കുകയാണ്. വലിയ സമ്മേളനവും പരിപാടിയൊക്കെ വെച്ച് ലീഗിനെ തകർക്കുന്നത്. ലീഗിന് നല്ല ബുദ്ധി പടച്ചോൻ കൊടുക്കുന്ന എല്ലാവരും കരുതിയിരുന്നു. അതിനുവേണ്ടി എല്ലാവരും ഒരുപാട് ആളുകൾ ദുആ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഒരുപാട് പ്രാർത്ഥനകളും നേർച്ചകളും റാത്തീബുകളും മൗലൂദുകളും ഒക്കെ നടത്തിയിരുന്നു അതിന്. പക്ഷേ ലീഗിന് നല്ല ബുദ്ധി വരുന്നില്ല. അത് നമ്മുടെ കുഴപ്പമല്ല. ലീഗ് ഇന്ത്യാ ചരിത്രത്തിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടിനുള്ളിൽ 2 സുപ്രധാനമായ സംഭവങ്ങൾ ഉണ്ടായി. അതിലൊന്നാണ് 4.5 നൂറ്റാണ്ട് കാലം ഇന്ത്യൻ മതേതരത്വത്തിന്റെ ജീവിക്കുന്ന പ്രതീകമായി ആകാശസീമകളിലേക്ക് ഉയർന്നു നിന്ന ബാബരി മസ്ജിദിന്റെ മുനാരങ്ങൾ ഫാസിസ്റ്റ് ശക്തികൾ ലീഗിന്റെ സഖ്യകക്ഷിയായ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിന്റെ അനുമതിയോടുകൂടി തട്ടിത്തകർത്ത് തരിപ്പണമാക്കി. ഈ ഘട്ടത്തിൽ എല്ലാ ജനങ്ങളും വിചാരിച്ചു മുസ്ലിം ലീഗ് ജനങ്ങളോടൊപ്പം നിൽക്കുമെന്ന്. അപ്പോൾ മുസ്ലിം ലീഗിന് കേരളത്തിൽ അധികാരമുണ്ടായിരുന്നു. ആ അധികാരം വിട്ടൊഴിയും, ജനങ്ങളോടൊപ്പം നിൽക്കും, ശക്തമായി മുസ്ലിം ലീഗ് ഇതിനെതിരെ ശക്തമായിട്ട് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും എന്നൊക്കെ കരുതി. പക്ഷെ ആ ഘട്ടത്തിൽ അധികാരം വേണോ, ജനങ്ങളെ വേണോ, ജനങ്ങളുടെ വികാരത്തിന് പ്രാധാന്യം കൊടുക്കണമോ എന്ന ഘട്ടം വന്നപ്പോൾ മുസ്ലിം ലീഗ് അധികാരത്തിന്റെ പക്ഷത്ത് നിന്നു. ഇപ്പൊ രണ്ടാമത് വീണ്ടും അതിനേക്കാൾ അപകടകരമായ ഒരു കാര്യമുണ്ടായി. ഇതൊരു ചെറിയ കാര്യമല്ല. ആണവ കരാർ എന്ന് പറയുന്നത് എല്ലാവരും പറയുന്നതും പഠിപ്പിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും പ്രസംഗിക്കുന്നതും ഒക്കെ നമ്മുടെ നാട്ടിന് വെളിച്ചം കിട്ടാൻ വേണ്ടി, നമ്മുടെ നാടിന് ഊർജം കിട്ടാൻ വേണ്ടി അമേരിക്കയുമായിട്ടൊരു കരാറുണ്ടാക്കി. അമേരിക്കയിൽ ഇഷ്ടം പോലെ ഊർജമുണ്ട്. അത് നമുക്ക് മൻമോഹൻ സിംഗ് വഴി പൊന്നാനി ഉൾപ്പെടെ എല്ലാ സ്ഥലത്തും ഊർജം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. എന്നാൽ ഇത് അങ്ങനെ ഒരു ചെറിയ കാര്യമല്ല. അത് സംബന്ധിച്ച് ഇവിടെ വിശദമായി പ്രസംഗിച്ചിട്ടുണ്ടാവും. ഈ പറയുന്ന അർത്ഥത്തിൽ അമേരിക്കയുമായിട്ട് നടത്തിയ കരാറിൻ പ്രകാരം 4 ലക്ഷം കോടി രൂപ ഇന്ത്യയുടേത് അമേരിക്കയ്ക്ക് കൊടുത്തിട്ട് ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളും ഇന്ത്യ രാജ്യത്തുണ്ടായാൽ 2021 ആകുമ്പോൾ അന്ന് ഇന്ത്യ രാജ്യത്തിന് ആവശ്യമായ മൊത്തം ഊർജത്തിന്റെ 6% മാത്രമാണ് ഈ 4 ലക്ഷം കോടി രൂപ ചെലവാക്കിയിട്ട് കിട്ടുന്നത്. ഇന്ത്യ രാജ്യത്തിന് അന്ന് ആവശ്യമായി വരുന്ന ഊർജത്തിന്റെ 6% മാത്രം. ഇത്രയും 6% മാത്രം ഊർജം കിട്ടുന്നതിന് വേണ്ടി 4 ലക്ഷം കോടി രൂപ ചെലവാക്കിയിട്ട് അമേരിക്കയുമായിട്ടൊരു കരാർ ഉണ്ടാക്കുമ്പോൾ ഈ 6% ഊർജം വന്ന് കിട്ടും, നമ്മുടെ 4 ലക്ഷം കോടി രൂപയും പോകും. ഇത്രയേ ഉള്ളൂ പ്രശ്നമെങ്കിൽ നമുക്ക് പോട്ടെന്ന് വെക്കാം. ഇപ്പൊ ഉള്ളതിനേക്കാൾ 2-3% കൂടി ഊർജം ഈ രാജ്യത്തിന് കിട്ടുന്നത് വഴി ഈ രാജ്യത്തിന് വലിയ വികാസവും വികസനവും ഒക്കെ ഉണ്ടാകുമെങ്കിൽ അത് പോട്ടെ നമുക്ക് വെക്കാം. പക്ഷേ ഇത് അങ്ങനൊരു കാര്യമല്ല. പിന്നെന്താ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, മുസ്ലിം പാർട്ടികളൊക്കെ നമ്മളോട് പത്രപ്രവർത്തകരൊക്കെ ചോദിക്കാറുണ്ട്, ബാക്കിയുള്ളവരൊക്കെ ചോദിക്കാറുണ്ട്, മുസ്ലിം പാർട്ടികളൊക്കെ ആണവ കരാറിനെ പിന്തുണച്ചിരിക്കുകയാണല്ലോ, പിന്നെന്താ PDP ആണവ കരാറിനെ പിന്തുണയ്ക്കാത്തത്? ഇതിന് കോഴിക്കോട് വെച്ച് വളരെ ശക്തമായി ഞാൻ പറഞ്ഞ ഒരു മറുപടിയുണ്ട്, ആവർത്തിക്കുകയാണ്. 1000 വട്ടം മടിവരയിട്ട് പറയുകയാണ്, PDP മുസ്ലിം പാർട്ടിയല്ല, PDP മുസ്ലിം പാർട്ടിയല്ല, PDP മുസ്ലിം പാർട്ടിയല്ല.
PDP രാജ്യത്ത് അടിച്ചമർത്തപ്പെടുന്ന മുസ്ലിങ്ങളും ദലിതുകളും പിന്നോക്കക്കാരും കഷ്ടപ്പെടുത്തപ്പെടുന്ന പാർശ്വവൽക്കരിക്കപ്പെടുന്ന അധികാരത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്ന ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാത്ത, വസ്ത്രം ധരിക്കാനില്ലാത്ത, കേറിക്കിടക്കാൻ കിടപ്പാടമില്ലാത്ത, ശവം മരിച്ചാൽ ശവമടക്കാൻ 6 അടി മണ്ണ് പോലും ഇല്ലാത്ത ഈ രാജ്യത്തെ ആദിവാസികൾ ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തെ അടിച്ചമർത്തപ്പെടുന്ന മുഴുവൻ ജനവിഭാഗത്തിന്റെയും പ്രസ്ഥാനമാണ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി. ഞങ്ങളുടെ പേരിനോടൊപ്പം മനഃപൂർവ്വം തന്നെയാണ് ഞങ്ങൾ മുസ്ലിം എന്ന് ചേർക്കാത്തത്. 2 കാര്യം കൊണ്ടാണ്. ഒന്ന്, PDP മുസ്ലിം പാർട്ടിയല്ല. 2, മുസ്ലിം എന്ന ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കൂടെ ചേർത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ പാർട്ടി നശിച്ചു കാണുന്നതായിട്ടാണ് കാണുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇടതുവശത്ത് മുസ്ലിം എന്ന് ചേർത്താൽ അവർക്ക് ചില ബാധ്യതകളുണ്ട്. ഇവിടെ ഇപ്പോ ഞാൻ മഹാനായ പാണക്കാട് തങ്ങളെ എതിർക്കുന്നില്ല, കുഞ്ഞാലിക്കുട്ടിയെ ഒന്നും വിമർശിക്കുന്നില്ല. നിങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും ഞാൻ ഒന്ന് പറയണമെന്ന്, പക്ഷെ ഞാൻ പറയൂല. എന്നാൽ നിങ്ങളുടെ പ്രിയങ്കരനായ MP-യും അണവക്കരാർ ഒപ്പിട്ടതിനെ അംഗീകരിച്ച്, വിശ്വാസ പ്രമേയത്തെ അംഗീകരിച്ച അഹമ്മദ് സാഹിബിനെ എങ്കിലും ഞാനൊന്ന് എതിർക്കുമെന്ന് നിങ്ങൾ വിചാരിക്കും. ഞാൻ എതിർക്കൂല. ഞാൻ ആരെയും വ്യക്തിപരമായി വിമർശിക്കൂല, ആക്ഷേപിക്കൂല. നമ്മുടെ പോരാട്ടം ആശയപരമായ പോരാട്ടമാണ്. പണ്ട് വ്യക്തിപരമായി ഒരുപാട് വിമർശിച്ചിരുന്നു, ആക്ഷേപിച്ചിരുന്നു. ഇപ്പോഴും അതൊക്കെ വേണോ? നിങ്ങൾക്ക് ആവേശമുണ്ട്, ആഗ്രഹമുണ്ട്. ഞാൻ ഒന്ന് കൊട്ടിയാൽ നിങ്ങൾ ഇവിടെ പൊട്ടിക്കുമെന്ന് എനിക്കറിയാം ഗംഭീരമായിട്ട്. പക്ഷെ ഞാൻ പൊട്ടൂല. അത് പേടിച്ചത് കൊണ്ടൊന്നുമല്ല, അങ്ങനെ കരുതണ്ട. ഞാൻ എല്ലാ സ്ഥലത്തും പറയാറുള്ളത് പോലെ 9.5 വർഷക്കാലത്തെ ജയിൽവാസം എന്നെ ഒരുപാട് ശാരീരികമായി കുറച്ചിട്ടുണ്ട്. എന്റെ ഭാരം കുറച്ചിട്ടുണ്ട്. എന്റെ ശരീരത്തിന് ഒരുപാട് രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴുത്തിന് വേദനയുണ്ട്, നട്ടെല്ലിന് വേദനയുണ്ട്, സെർവിക്കൽ സ്പോണ്ടിലോസിസും ലംബാർ ഡിസ്ക് പ്രൊലാപ്സും ഉൾപ്പെടെയുള്ള നിരവധി രോഗങ്ങൾ എന്നെ കീഴടക്കിയിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ഓടി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ട്. സ്റ്റേജിലേക്ക് വരണമെങ്കിൽ പോലും എന്റെ വീൽ ചെയർ മയ്യത്ത് കെട്ടിലെടുക്കുന്നത് പോലെ എടുത്തുകൊണ്ടുവന്ന് ഇവിടെ വെച്ചാൽ മാത്രമേ എനിക്ക് ഇവിടെ വന്നിരിക്കാൻ പറ്റൂ എന്നുള്ള അവസ്ഥയുണ്ട്. ശാരീരികമായി വല്ലാത്ത ക്ഷീണമുണ്ട്. പക്ഷേ വാരിയെല്ല് കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന്റെ അന്തരംഗത്ത് ആപതിച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ ചൈതന്യത്തിൽ നിന്ന് 1 ഇഞ്ച് പോലും ആദരി പുറകോട്ട് മാറിയിട്ടില്ല മക്കളെ. ഒരാളുടെ മുന്നിലും ആദരി മുട്ടുമടക്കുകയില്ല. ഇൻഷാ അല്ലാഹ് ജീവനുള്ളിടത്തോളം കാലം ഒരൊറ്റ മനുഷ്യന്റെ മുന്നിലും, ഒരു സൃഷ്ടിയുടെ മുന്നിലും ഞാൻ മുട്ടുമടക്കുകയില്ല. ഞാൻ ഭയപ്പെടുകയില്ല. എന്റെ ആദർശത്തിൽ നിന്ന് ഞാൻ 1 ഇഞ്ച് പോലും പുറകോട്ട് പോവുകയില്ല. ഇനിയും ഒരു 10 പതിറ്റാണ്ട് കൂടി ജയിലിൽ കിടക്കേണ്ടി വന്നാലും, എന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ വിഞ്ചിച്ചായി വെട്ടിമുറിക്കപ്പെടുന്ന ഘട്ടം വന്നാലും ഞാൻ എന്റെ ആദർശത്തിന്റെ വഴിയിൽ നിന്ന് 1 ഇഞ്ച് പോലും പുറകോട്ട് പോവില്ല. അങ്ങനെ ആരും കരുതല്ല. പേടിച്ചിട്ടൊന്നുമല്ല. ഇനി ഒന്നുകൂടെ ജയിലിൽ പോകേണ്ടി വരുമോ എന്നുള്ള ഭയമൊന്നും ഉള്ളതുകൊണ്ടല്ല. പോകേണ്ടി വന്നാൽ പോവും, കിടക്കേണ്ടി വന്നാൽ കിടക്കും, അനുഭവിക്കേണ്ടി വന്നാൽ അനുഭവിക്കും. എന്തുകൊണ്ടാ? ഞാൻ വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്ന ആളാണ്. നബിയെ അങ്ങ് പറയുക, തീർച്ചയായും നമുക്ക് ബാധിക്കുകയില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ, ആകാശഭൂമികളുടെ സംവിധായകൻ, ഈ പ്രവിശാലമായ ആകാശത്തിന്റെ ഉടമ, ഈ വിശാല വിസ്തൃതമായ ഭൂമിയുടെ ഉടമ, ഈ ഭൂമിയിൽ ആകാശം മുട്ട ഉയർന്നു നിന്ന് അമ്പിളിയമ്മാവനോട് തൊട്ടുരുമി നിന്നുകൊണ്ട് മുത്തം കൊടുത്തുകൊണ്ടടക്കം പറയുന്ന പർവ്വതങ്ങളുടെ ഉടമ, ആ പർവ്വതങ്ങളുടെ അടിവാരത്ത് കൂടി ഒഴുകുന്ന കൊച്ചു കൊച്ചരുവികളുടെ ഉടമ, ആ അരുവികൾ ചെന്ന് പതിക്കുന്ന അലറി വിളിക്കുന്ന സമുദ്രത്തിന്റെ ഉടമ, ആ സമുദ്രത്തിലുള്ള എത്രയോ കോടി ജീവജാലങ്ങളുടെ ഉടമ, സർവ്വതിനെയും സൃഷ്ടിച്ച, സർവ്വതിനെയും പരിപാലിക്കുന്ന, സർവ്വതിനെയും സംരക്ഷിക്കുന്ന, ഉദ്ദേശിക്കുമ്പോൾ സർവ്വതിനെയും സംഹരിക്കുന്ന, സർവ്വലോക സംരക്ഷകനായ, സർവാധിപതിയായ, സർവ്വലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ, സർവ്വഗുണ സമ്പൂർണനായ, സർവജ്ഞനായ ദൈവം തമ്പുരാനുണ്ടല്ലോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉണ്ടല്ലോ. ആ പടച്ച തമ്പുരാൻ നിശ്ചയിക്കുന്നതല്ലാതെ മറ്റൊന്നും സംഭവിക്കുകയില്ല. തീരുമാനിക്കുന്നത് ജോർജ് ബുഷ് ആയതുകൊണ്ട് നടന്നുകൊള്ളണമെന്നില്ല. മൻമോഹൻ സിംഗ് തീരുമാനിക്കുന്നത് നടന്നുകൊള്ളണമെന്നില്ല. ജയലളിതയും കരുണാനിധിയും തീരുമാനിക്കുന്നത് നടന്നുകൊള്ളണമെന്നില്ല. സുപ്രീം കോടതി തീരുമാനിക്കുന്നത് നടന്നുകൊള്ളണമെന്നില്ല. ഹൈക്കോടതികൾ തീരുമാനിക്കുന്നത് നടന്നുകൊള്ളണമെന്നില്ല. സെഷൻസ് കോടതികൾ തീരുമാനിക്കുന്നത് നടന്നുകൊള്ളണമെന്നില്ല.
ഒരു സൃഷ്ടിയും തീരുമാനിക്കുന്നതിന് നടന്നുകൊള്ളണമെന്നില്ല. എല്ലാ സൃഷ്ടികളുടെ തീരുമാനത്തിനും മുകളെ സത്യവിശ്വാസികൾ സർവജ്ഞനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ ഭരമേൽപ്പിക്കട്ടെ, പടച്ചതമ്പുരാനിൽ ഭരമേൽപ്പിക്കട്ടെ. ആര്യാടൻ മുഹമ്മദിലല്ല ഭരമേൽപ്പിക്കേണ്ടത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലാണ് ഭരമേൽപ്പിക്കേണ്ടത്. പടച്ചോനുമില്ല, പള്ളിയുമില്ല, പണപ്പുമില്ല. നിയമസഭയ്ക്ക് മുന്നിൽ വിശുദ്ധ റമദാൻ മാസത്തിന്റെ പട്ടാപ്പകൽ സിഗരറ്റും വെച്ചുകൊണ്ട് നിന്ന് മൂത്രമൊഴിക്കുന്ന, നിന്ന് പാത്തുന്ന ആര്യാടൻ മുഹമ്മദിനെ ആർക്കാണോ പേടി? ഈ ശരീരത്തെ നൂറുകണക്കിന് ലക്ഷക്കണക്കിന് രോമങ്ങളിൽ ഒരു രോമത്തിന്റെ പോയി ആത്മഹത്യ ചെയ്യാരിയാണ്, ആത്മഹത്യ ചെയ്യുക. ആര്യാടൻ ആത്മഹത്യ ചെയ്ത അത്രയും കയറ് നഷ്ടമാകും. ആര്യാടൻ ചോദിച്ചല്ലോ, അബ്ദുൽ നാസർ മഹദിനി പൊന്നാനിയിൽ മത്സരിക്കാൻ തയ്യാറുണ്ടോ? കെട്ടിവെച്ച കാശ് കിട്ടൂല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മത്സരിക്കൂല. ഞാനൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കൂല. ഇത് ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ കേട്ടിട്ടില്ലേ മക്കളെ? എത്രായിരം വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആര്യാടൻ മുഹമ്മദ് 2 അറ്റാക്ക് കഴിഞ്ഞ് 3ാമത്തെ അറ്റാക്ക് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആര്യാടൻ മുഹമ്മദ് അറ്റാക്കിന് കാരണം തന്നെ ഉള്ളിലേക്ക് പോകുന്ന സാധനങ്ങളുടെ സ്പിരിറ്റ് കൊണ്ടാണ്. ഇതൊക്കെ ആയിരിക്കവേ വിനയപൂർവ്വം ഞാൻ ആര്യാടനോട് ചോദിക്കുകയാ, ആര്യാടൻ എപ്പോഴും മത്സരിക്കുന്ന ആളാണല്ലോ, ഈ നിൽക്കുന്ന പൊന്നാനിയുടെ പ്രിയപ്പെട്ട മക്കളെ സാക്ഷി നിർത്തിക്കൊണ്ട് ചോദിക്കുന്നു, ആര്യാടന് പൊന്നാനിയിൽ മത്സരിക്കാനുള്ള ചങ്കുറപ്പുണ്ടോ, ആനത്തമുണ്ടോ? ആര്യാടൻ കുടുംബത്തിൽ പിറന്നവനാണെങ്കിൽ ഈ വെല്ലുവിളി സ്വീകരിക്കുമോ? ആര്യാടൻ മത്സരിക്കുമോ? മതിയല്ല ആര്യാടൻ. അതുകൊണ്ട് ഇത്രയുള്ളൂ. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ആദ്യമായിട്ട് ഒരാളെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്നത്. കാരണം എന്താണെന്നറിയാം, ഞാനതങ്ങനെ മനോരോഗികളോടും മന്ദബുദ്ധികളോടും സമ്മതിക്കുന്ന കാര്യമില്ല എന്ന് കരുതി വിട്ടേക്കുന്നതാണ്. പക്ഷെ ഇത് ആര്യാടൻ സൂക്ഷിച്ചില്ലെങ്കിൽ എന്റെ കുട്ടികൾ ചിലപ്പോൾ ക്ഷമിച്ചു എന്ന് വരില്ല. ആവശ്യത്തിന് മാത്രമേ ആകാവൂ. ആര്യാടൻ എന്തെങ്കിലുമൊക്കെ തലയ്ക്ക് അസുഖം കൂടുന്ന സമയത്ത് ആവശ്യമില്ലാതെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ നടു റോഡിൽ വെച്ച് ചീമട്ട് കൊണ്ട് ഏറുകൊണ്ടിട്ട് നടു റോഡിൽ കിടന്ന് കിടക്കേണ്ടി വരുന്ന അവസ്ഥ. അത് വരാതിരിക്കാൻ വേണ്ടിയായിട്ട് പറയുന്നത്. പേരെ അയ്യോ മോമാന്ന് ഞാൻ പറയൂല, അത് അയാൾക്കിടുന്ന പേരല്ല. ആ പേര് ഞാൻ ഉച്ചരിക്കുകയുമില്ല അയാളെ പറ്റി. ആര്യാടൻ അത്രയും മതി. അതിനപ്പുറത്ത് അയാൾക്ക് പേര് പഠിച്ചോനെ ആരാ കൊടുത്തത്? അപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വിഷയത്തിൽ അത്രേ ഞാൻ പറയുന്നുള്ളൂ. അത് ഞാൻ അവിടെ നിർത്തി. എനിക്കിനി അതേക്കുറിച്ച് കൂടുതൽ പറയാനില്ല. ഇത്രയും പറഞ്ഞത് എന്റെ വികാരം കൊണ്ടല്ല, നിങ്ങളുടെ വികാരം കൊണ്ടാണ്. എന്റെ വികാരം കൊണ്ട് പറഞ്ഞതല്ല. അതിൽ കൂടുതൽ ഞാൻ പറയുന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന കാര്യം, നമ്മള് ആണവക്കരാർ വിഷയത്തിൽ നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ട്. എന്താ സ്റ്റാൻഡ്? ഇന്ത്യ രാജ്യത്തെ ആണവ രംഗത്തായാലും ഒരു രംഗത്തായാലും സാമ്രാജ്യത്വ ശക്തികൾക്ക് മുന്നിൽ ഇന്ത്യ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ പറ്റൂല. ഈ കാര്യത്തിൽ നമ്മൾ പറയുന്നത് എന്താ? മുസ്ലിം ലീഗിനോട് നമുക്ക് യാതൊരു എതിർപ്പുമില്ല. മുസ്ലിം ലീഗിന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരോടും നമുക്ക് യാതൊരു എതിർപ്പുമില്ല. നയങ്ങളോടാണ് നമുക്ക് എതിർപ്പ്. മുസ്ലിം ലീഗിന്റെ നയങ്ങളോടാണ് നമുക്ക് എതിർപ്പ്. പോരാട്ടം ആശയപരമായ പോരാട്ടമാണ്, ആദർശപരമായ പോരാട്ടമാണ്. ഇവിടെ എന്താ പ്രശ്നം? ഒരു ധാർമ്മികത ഇന്ത്യ രാജ്യത്തിനുണ്ടായിരുന്നു. ഇന്ത്യ രാജ്യം എക്കാലവും മർദ്ദിതരോടൊപ്പം നിന്നിട്ടുള്ള രാജ്യമാണ് ഇന്ദിരാഗാന്ധിയുടെ കാലം വരെ. ഇന്ദിരാഗാന്ധിയുടെ കാലം വരെ. പിന്നെ രാജീവ് ഗാന്ധി വന്നപ്പോൾ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായി. പിന്നെ എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന ആള്, ഞാൻ വളരെ പുകഴ്ത്തി വാഴ്ത്തി പറയാറുണ്ടായിരുന്ന ഒരു മഹാൻ. അദ്ദേഹം വന്നതോടുകൂടി ഇന്ത്യ രാജ്യത്തെ ശരിക്കും ഒറ്റുകൊടുത്തു. ഇന്ത്യ രാജ്യത്തെ ഒറ്റുകൊടുത്തു തുടങ്ങി. അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹം കൊണ്ടുവന്ന ഇന്നും ലക്ഷക്കണക്കിന് ഡോളർ വർഷം തോറും സാമ്രാജ്യത്വ ശക്തികളുടെ IMF-ന്റെ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന, ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ചിട്ടില്ലാത്ത, പടച്ചോന്റെ അനുഗ്രഹത്താൽ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും ജയിക്കാൻ സാധ്യതയില്ലാത്ത മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോൾ ഈ രാജ്യത്തെ ഉരുട്ടിയെടുത്ത് ഒരു പ്ലേറ്റിനകത്ത് വെച്ച് ജോർജ് ബുഷിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. ഇന്ന് ഇന്ത്യ രാജ്യത്തിന് ഫലസ്തീന്റെ പ്രശ്നത്തിൽ ഇന്ത്യ രാജ്യത്തിന് അഭിപ്രായമില്ല. ഇറാനെ ആക്രമിക്കാൻ പോകുമ്പോൾ ഇന്ത്യ രാജ്യത്തിന് അഭിപ്രായമില്ല. ഇറാഖിനെ ആക്രമിച്ച് ഇറാഖിലെ 5 ലക്ഷം കുഞ്ഞുങ്ങളെ UN ഉപരോധത്തിലൂടെ അമേരിക്കയുടെ പിന്തുണയോടുകൂടി
കൂടി 5 ലക്ഷം കുഞ്ഞുങ്ങളെ ഉപരോധത്തിലൂടെ കൊന്നൊടുക്കിയപ്പോൾ ഇന്ത്യ രാജ്യത്തിന് ഇടപെടാൻ കഴിഞ്ഞില്ല. സെപ്റ്റംബർ 11 ശേഷം 15 ലക്ഷം ജനങ്ങളെ ആ പേര് പറഞ്ഞ് കൊന്നൊടുക്കിയപ്പോൾ ഇന്ത്യ രാജ്യത്തിന് ഇടപെടാൻ പറ്റിയില്ല. ഇന്ത്യ രാജ്യത്തിന്റെ അഭിപ്രായത്തെ മാനിച്ചിരുന്ന, ഇന്ത്യക്ക് സൈനിക ശക്തി കുറവാണെങ്കിലും സാമ്പത്തികമായി ഇന്ത്യ രാജ്യത്തിന് വലിയ മുന്നോക്ക അവസ്ഥയൊന്നും പറയാനില്ലെങ്കിലും ഒരു കാര്യത്തിൽ ഇന്ത്യ എന്ത് പറയുന്നു എന്ന് ഈ നാട്ടിലെ മുഴുവൻ, ഈ ലോകത്തെ മുഴുവൻ ദുർബല രാജ്യങ്ങളും മുഴുവൻ ജനാധിപത്യ രാജ്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ഇന്ത്യ എന്ത് പറയുന്നു എന്ന് ശ്രദ്ധിച്ചിരുന്നു. ഇന്ന് ഇന്ത്യ രാജ്യം ഈ പാവപ്പെട്ടവരോടും ദുർബലരോടും ഒപ്പം നിന്നിരുന്ന ആ അവസ്ഥയിൽ നിന്ന് ഈ ദുർബലരെയൊക്കെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വ ശക്തികളോടൊപ്പം നിൽക്കുമ്പോൾ ഇതിനൊരു വലിയ ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്. ഈ ധാർമ്മികതയുടെ പ്രശ്നമുള്ളത് കൊണ്ടാണ് മുസ്ലിം ലീഗിനെ ഞങ്ങൾ എതിർക്കുന്നത്. ലീഗ് എന്ന് പറഞ്ഞാൽ അതൊരു കൂട്ടമാണ്. ലീഗ് എന്ന വാക്കിന്റെ അർത്ഥം ഒരു കൂട്ടം എന്നാണ്, ഒരു സമൂഹം എന്നാണ്. ലീഗ് എന്ന ആ ഒരു കൂട്ടം എന്ത് ചെയ്താലും പ്രശ്നമല്ല. അതിന്റെ പേര് മുനാഫിഖ് ലീഗ് എന്നായാലും എന്ത് ചെയ്താലും പ്രശ്നമല്ല. മുശ്രിക് ലീഗ് എന്നായാലും എന്ത് ചെയ്താലും പ്രശ്നമല്ല. ഇന്ത്യൻ ലീഗ് എന്നായാലും എന്ത് ചെയ്താലും പ്രശ്നമല്ല. കേരള ലീഗ് എന്നായാലും എന്ത് ചെയ്താലും പ്രശ്നമല്ല. പക്ഷേ മുസ്ലിം ലീഗ്, മുസ്ലിം ലീഗ് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനേക്കാൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അഭിമാനത്തോടെ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണെന്ന് അഭിമാനത്തോടെ പറയുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവർ വേറെ ആരുണ്ട്? ഖുർആൻ ചോദിക്കുന്നു. മുസ്ലിം, ഞാൻ മുസ്ലിമാണ് എന്ന് പറയുമ്പോൾ അതിലും നല്ല ഒരു വാക്കില്ല എന്നാ ഖുർആൻ പറയുന്നത്. ഒരു മനുഷ്യന് പറയാവുന്ന ഏറ്റവും നല്ല വാക്ക് വമൻ അഹ്സനു ഖൗലൻ, ഇത്രയും ഏറ്റവും മെച്ചമായ വാക്ക് വേറെ എന്താണ്? ഇന്നനി മിനൽ മുസ്ലിമീൻ എന്ന് പറയുന്നതിനേക്കാൾ. അതാണ് മുസ്ലിം, അതാണ് മുസ്ലിം. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമു ബിയദിഹി വലിസാനിഹി. മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റു മുഴുവൻ മുസ്ലിങ്ങളും വിശ്വാസികളും അവന്റെ കയ്യിൽ നിന്നും അവന്റെ നാവിൽ നിന്നും രക്ഷപ്പെടണം. അവനാണ് മുസ്ലിം. അൽ മുസ്ലിമു കൽ ബുനിയാൻ. മുസ്ലിം എന്ന് പറഞ്ഞാൽ അതൊരു കെട്ടിടം പോലെയാണ്. ആ കെട്ടിടത്തിന്റെ ഒരറ്റത്തിന് തകരാറ് സംഭവിച്ചാൽ അതിന്റെ എല്ലാ ഭാഗത്തും കുഴപ്പങ്ങൾ ഉണ്ടാവും. വീണ്ടും പറയുന്നു, ഒരു ശരീരത്തിലെ അവയവം പോലെയാണ്. ഒരു ഭാഗത്ത് പ്രശ്നമോ രോഗമോ ഉണ്ടായാൽ ശരീരം മൊത്തം അത് ബാധിക്കും. ഇതെല്ലാം മഹാനായ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശുദ്ധ ഖുർആനും പഠിപ്പിക്കുമ്പോൾ മുസ്ലിം എന്ന വാക്ക് സ്വീകരിച്ചവർക്ക് ചില ബാധ്യതകളുണ്ട്. അവർ കഷ്ടപ്പെടുത്തപ്പെടുന്നവരോടൊപ്പം നിൽക്കണം, അവർ പീഡിതരോടൊപ്പം നിൽക്കണം, അവർ മർദ്ദിതരോടൊപ്പം നിൽക്കണം. അതുകൊണ്ടാണ് വിനീതനായ അബ്ദുൽ നാസർ മഅദനി എന്റെ പ്രസ്ഥാനവും മർദ്ദിതരോടൊപ്പം നിൽക്കുന്നത്. എന്തുകൊണ്ടാ? മർദ്ദിതരെ കൂട്ടി ഈ വേദിയിലിരിക്കുന്ന അജിത് കുമാർ ആസാദ് ഉൾപ്പെടെയുള്ള, ഈ വേദിയിലിരിക്കുന്ന നിരവധി ദലിത് സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള ഈ മുഴുവൻ മർദ്ദിതരെയും പീഡിതരെയും കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാ? പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് എന്ത് ന്യായമാണ് പടച്ചവന്റെ മുന്നിൽ പറയാനുള്ളത്? നാളെ നാഥന്റെ മുന്നിൽ നിങ്ങൾക്ക് എന്ത് ന്യായം പറയുവാനുണ്ട്? വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. ഭൂമിയിലെ മർദ്ദിത വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹി വൽ മുസ്തദഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ ബിൽദാൻ الذين يقولون ربنا اخرجنا من هذه القرية الظالم أهلها. ജനങ്ങൾ വേദനയോടുകൂടി പീഡനങ്ങൾ സഹിച്ച് പ്രയാസങ്ങൾ സഹിച്ച് ഞങ്ങളെ ഈ നാട്ടിൽ നിന്ന് മോചിപ്പിക്കണേ, ഞങ്ങൾക്കൊരു രക്ഷകനെ തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജനവിഭാഗത്തിന്റെ കുട്ടികളുടെയും കുഞ്ഞുങ്ങളുടെയും വൃദ്ധകളായ സഹോദരികളുടെയും സഹോദരന്മാരുടെയും വേദനയ്ക്ക് മുന്നിൽ അവർക്ക് വേണ്ടി ധർമ്മയുദ്ധത്തിൽ ഏർപ്പെടാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ന്യായമാണുള്ളത്? വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. ഫലസ്തീന്റെ തെരുവോരങ്ങളിൽ പിറന്നു വീണ നാടിന്റെ മോചനത്തിന് വേണ്ടി, തങ്ങൾ ജനിച്ചു വീണ മണ്ണിൽ തങ്ങൾക്കൊന്ന് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി തങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ദിവസേന എന്ന വണ്ണം ബോംബിട്ട് കൊന്നുകൊണ്ടിരിക്കുന്ന അക്രമികൾക്കെതിരെ, തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ ദിവസേന എന്ന വണ്ണം അഭിമാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അക്രമികൾക്കെതിരെ, തങ്ങളുടെ പള്ളികളും പള്ളിക്കൂടങ്ങളും ആശുപത്രികളും ബോംബിട്ട് തകർത്തുകൊണ്ടിരിക്കുന്ന അക്രമികൾക്കെതിരെ ഞങ്ങൾക്കൊരു മോചകനെ തരണേ, രക്ഷകനെ തരണേ, ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഫലസ്തീന്റെ പ്രിയപ്പെട്ട മക്കളുടെ മുന്നിൽ ഇറാഖിന്റെ തെരുവോരങ്ങളിൽ
ദിവസം മുമ്പ് ഞങ്ങൾ കോഴിക്കോട് നടത്തിയ ആണവ കരാർ വിരുദ്ധ റാലിയില് മാധ്യമം പത്രത്തിന് വേണ്ടി ഇറാഖ് യുദ്ധത്തിന്റെ കാലത്ത് അവിടെ പോയി നേരിട്ട് റിപ്പോർട്ട് ചെയ്ത MCA നാസർ എന്ന സഹോദരന് 5 മിനിറ്റ് സംസാരിച്ചപ്പോൾ അവിടെ ഇരുന്ന ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളുടെയും കണ്ണു നിറഞ്ഞുപോയി. ഇറാഖിന്റെ യുദ്ധകാലത്ത് അവിടെ നടന്ന പീഡനങ്ങളെ പറ്റി 5 മിനിറ്റ് സംസാരിച്ച ആ സഹോദരൻ കണ്ണു നിറയിപ്പിച്ചു എങ്കില് അവിടെ ഒരു പെൺകുട്ടിയുടെ ശരീരത്തേക്ക് മിസൈലിന്റെ അംശം വന്ന് കയറി ആ പൊന്നുമോളുടെ ശരീരം ഓപ്പറേഷൻ നടത്തുമ്പോൾ 3.5 മണിക്കൂർ സമയം ആ പച്ച മാംസത്തിലേക്ക് ഒരു മയക്കുന്ന മരുന്ന് കുത്തിവെക്കാനില്ലാത്തത് കൊണ്ട് 3.5 മണിക്കൂർ സമയം ഡോക്ടർ പച്ച മാംസം കീറി 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 ഒരു പൊന്നുമോളുടെ ശരീരം ഓപ്പറേറ്റ് ചെയ്ത സംഭവം പറഞ്ഞുവെങ്കിൽ അങ്ങനത്തെ ആയിരക്കണക്കിന് 10,000-കണക്കിന് കുഞ്ഞുങ്ങള് കുടിവെള്ളം കിട്ടാതെ മരിക്കുന്നു. മക്കളെ പിടഞ്ഞു വീട് മരിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മിഞ്ഞപ്പാല് നുകരാൻ ഭാഗ്യമില്ലാതെ, കുടിവെള്ളം കുടിക്കാൻ ഭാഗ്യമില്ലാതെ, മരുന്ന് കഴിക്കാൻ ഭാഗ്യമില്ലാതെ, തന്റെ പ്രിയപ്പെട്ട ഉമ്മായുടെ മടിത്തട്ടിൽ കിടന്നൊന്നും മരിക്കാൻ പോലും ഭാഗ്യമില്ലാതെ തെരുവോരങ്ങളിൽ തെരുവ് നായ്ക്കളെ കടിച്ചു കീറത്തക്കവണ്ണം, കഴുകനും കാക്കയും കൊത്തി കീറത്തക്കവണ്ണം ആയിരക്കണക്കിന് 10,000-കണക്കിന് നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങള് ദിവസേന ഇറാഖിന്റെ തെരുവോരങ്ങളിൽ പിടഞ്ഞു വീട് മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവരുടെ ശരീരം പിച്ച് കീറപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ലോകത്തെ ഏറ്റവും സുന്ദരികളായ സ്ത്രീകളുള്ള വമ്പിച്ച സംസ്കാരത്തിന്റെ, എത്രയോ പഴകിയ സംസ്കാരത്തിന്റെ പാരമ്പര്യമുള്ള ഇറാഖിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ അമേരിക്കയിലെ നായ്ക്കളെക്കാളും മോശമായ പട്ടാളക്കാരൻ ദിവസവും ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ അബൂ ഗരീബ് ജയിലിലിട്ടിട്ട് നായ്ക്കളെ കൊണ്ട് കടിച്ചു കീറിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഗോണ്ടനാമയിലെ തടങ്കൽ പാളയത്തിലിട്ട് നമസ്കരിക്കുന്ന സമയത്ത് പോലും കയ്യും കെട്ടും ചങ്ങലയും പൊട്ടിച്ചു കൊടുക്കാതെ, നമസ്കരിക്കുന്ന സമയത്ത് പോലും കയ്യിൽ ചങ്ങലയിട്ടുകൊണ്ട് നമസ്കരിക്കേണ്ട ഗതികേട് അനുഭവിക്കുമ്പോൾ, അവരൊക്കെ ചോദിക്കുന്നു ഞങ്ങളെ ആര് രക്ഷിക്കുമെന്ന് ചോദിക്കുമ്പോൾ, അവർക്ക് വേണ്ടി ധർമ്മസമരത്തിൽ ഏർപ്പെടാതിരിക്കാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ അവർക്ക് വേണ്ടി ധർമ്മസമരത്തിൽ ഏർപ്പെടാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ന്യായമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുമ്പോൾ, ഈ ഖുർആനിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും രക്തസാക്ഷിയാകേണ്ടി വന്നാലും അമേരിക്കയെ പിന്തുണയ്ക്കാൻ കഴിയില്ല മക്കളെ. അമേരിക്കയെ പിന്തുണയ്ക്കാൻ കഴിയില്ല മക്കളെ. അമേരിക്കയെ പിന്തുണയ്ക്കാൻ കഴിയില്ല മക്കളെ. ഇതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഇതുകൊണ്ടാണ് ഞങ്ങൾ മുസ്ലിം ലീഗിനെ എതിർക്കുന്നത്. ഈ അമേരിക്കയ്ക്ക് ഒപ്പം നിന്നുകൊണ്ട് അമേരിക്കയും ഇന്ത്യയുമായി കരാറുണ്ടാക്കിയപ്പോൾ വെളിച്ചം കിട്ടാൻ മാത്രമുള്ള കരാറാണോ ഇത്? അല്ല, വെളിച്ചം കിട്ടാൻ മാത്രമുള്ള കരാറല്ല. വെളിച്ചം കിട്ടാൻ മാത്രമുള്ള കരാറാണെങ്കിൽ ഞങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. പൊന്നാനിയിലെ ഇതേ സ്ഥലത്ത്, ഇതേ അങ്കണത്തില്, ഇതേ വേദിയിൽ വന്നിട്ട് മറുപടി പറയാൻ തയ്യാറുണ്ടോ? ഞങ്ങൾ വിനയപൂർവ്വം ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇന്ത്യ രാജ്യം ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിട്ടിട്ടുള്ള രാജ്യമല്ല. ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിട്ടിട്ടില്ലാത്ത രാജ്യങ്ങളിൽ വെച്ച് ആദ്യമായിട്ടാണ് ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിടാത്ത നിരവധി രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഒരൊറ്റ രാജ്യവുമായിട്ടാണ് ആണവ കരാർ ഉടമ്പടിക്ക് അമേരിക്ക തയ്യാറായത്. എന്തുകൊണ്ടാണ് ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിടാത്ത ഒരു രാജ്യവുമായിട്ട് എന്തിന്റെ പേരിലാണ് അമേരിക്ക ആണവ കരാറിൽ ഒപ്പിടാൻ തയ്യാറായത് എന്ന ചോദ്യത്തിന് മറുപടി പറയണം. ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു, ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിടാത്ത മറ്റൊരു രാജ്യമാണ്, ഒരു തെമ്മാടി രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം. ആ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രവുമായിട്ട് അമേരിക്ക ഉണ്ടാക്കാൻ പോകുന്ന വമ്പിച്ച ചില കരാറുകൾക്ക് മുന്നോടിയായിട്ട് അതിന് ന്യായീകരണം ഉണ്ടാക്കാൻ വേണ്ടി, ആ കരാറിന് ന്യായം പറയാൻ വേണ്ടി ഇന്ത്യ രാജ്യത്തെ ഒരു കരുവാക്കുകയായിരുന്നു. ഇന്ത്യ രാജ്യവുമായിട്ട് ഒരു കരാറിൽ ഒപ്പിട്ടാൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപകടകരമായ പല കരാറുകളും ഇസ്രായേലുമായിട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അമേരിക്ക ഇന്ത്യ രാജ്യവുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടതെന്ന് ഞങ്ങൾ പറഞ്ഞാൽ, അങ്ങനെ അല്ല എന്ന് പറയാൻ ആർക്കാണ് കഴിയുന്നത്? അവരിവിടെ വന്ന് മറുപടി പറയേണ്ടതുണ്ട്. ഇസ്രായേലിനെ ഉയർത്തിക്കൊണ്ടുവരാൻ, ഇസ്രായേലിനെ അമേരിക്കയുമായിട്ടുള്ള ചില കരാറുകൾ ഉണ്ടാക്കാൻ, അതിന് ഇസ്രായേലിനെ ന്യായപ്പെടുത്താൻ, ന്യായീകരിക്കാൻ അതിനുവേണ്ടി ഇന്ത്യ രാജ്യവുമായിട്ട് ആദ്യം ഒരു കരാർ ഒപ്പിടുകയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞാൽ അതിനെ നിഷേധിച്ചോ? നിങ്ങൾ അതിന് മറുപടി പറയുക. വീണ്ടും ഞങ്ങൾ ചോദിക്കുന്നു, ആണവ നിർവ്യാപന കരാർ ഒപ്പിടാത്ത ഇന്ത്യ
ഇന്ത്യ രാജ്യം എന്തുകൊണ്ടായിരുന്നു നെഹ്റുവിന്റെ കാലം മുതൽ ഇന്നുവരെ ഇന്ത്യ രാജ്യം ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിടാതിരുന്നത്? ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിട്ടാൽ അത് തന്നെ ഇന്ത്യ രാജ്യത്തിന്റെ ആണവ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുമെന്നതുകൊണ്ട് അഭിമാനമുള്ള നെഹ്റുവിനെ പോലുള്ളവരും ഇന്ദിരാഗാന്ധിയെ പോലുള്ളവരും ഒപ്പിടാതിരുന്നുവെങ്കിൽ ഇന്ന് അതിനേക്കാൾ 100 മടങ്ങ് മോശമായ കരാറിൽ എന്തുകൊണ്ടാണ് മൻമോഹൻ സിംഗ് ഒപ്പിട്ടത്? ഇന്ത്യ രാജ്യവും അമേരിക്കയുമായി കരാർ നടത്തുമ്പോൾ അമേരിക്ക ഹൈഡ് ആക്ടിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, അമേരിക്കയുടെ വിദേശ നയം അക്ഷരാർത്ഥത്തിൽ അംഗീകരിക്കേണ്ടതുണ്ട് എന്ന്. ഇന്ത്യ രാജ്യം അമേരിക്കയുടെ വിദേശ നയം അംഗീകരിക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ അമേരിക്കയുടെ വിദേശ നയത്തെ പറ്റി ഇന്ത്യ രാജ്യം ഭരിക്കുന്നവർക്കും ഈ കരാറിൽ ഒപ്പിടുന്നതിന് അനുകൂലിച്ചുകൊണ്ട് ഒപ്പിട്ട് പിന്തുണ കൊടുത്ത് വോട്ട് ചെയ്ത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും ഇപ്പോഴത്തെ അമേരിക്കയുടെ വിദേശ നയത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? അമേരിക്കയുടെ ഇപ്പോഴത്തെ വിദേശ നയത്തെ കുറിച്ച് എന്ത് പറയുന്നു? അമേരിക്ക ഇറാഖിൽ നടത്തിയ ആക്രമണത്തെ നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ടോ? അമേരിക്ക ഇറാഖിൽ രാസായുധം, സദ്ദാം ഹുസൈൻ രാസായുധം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇറാഖിലേക്ക് കടന്നു കയറിയത്? സദ്ദാം ഹുസൈന്റെ അടുക്കൽ രാസായുധം സദ്ദാം ഹുസൈന്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ സദ്ദാം ഹുസൈന്റെ രാസായുധം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞല്ലേ ആ ഇറാഖിന്റെ മുക്കുമൂലകളിൽ മൊത്തം തെരച്ചിൽ നടത്തിയത്? ഇറാഖിലെ ലോകത്തെ ഏറ്റവും സുന്ദരമായ സംസ്കാരമുള്ള, ഏറ്റവും പാരമ്പര്യ സംസ്കാരമുള്ള ആ ഇറാഖിന്റെ മണ്ണിലെ മൊത്തം വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും ലൈബ്രറികളും ലക്ഷക്കണക്കിന് 10,000-കണക്കിന് വർഷത്തെ പാരമ്പര്യമുള്ള ഗ്രന്ഥങ്ങളും ഒക്കെ തകർത്ത് തരിപ്പണമാക്കി നശിച്ച് വെണ്ണൂറാക്കിയത്, ചാമ്പലാക്കിയത് അവിടെ രാസായുധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടല്ലേ? രാസായുധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടല്ലേ അമേരിക്ക അവിടെ 1000-കണക്കിന് ലക്ഷക്കണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയത്? രാസായുധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടല്ലേ അമേരിക്ക അവിടുത്തെ 10,000-കണക്കിന് സഹോദരിമാരെ പീഡിപ്പിച്ചത്? അവിടുത്തെ ആയിരങ്ങളെ അബൂ ഗരീബിലെ ജയിലിൽ അടച്ചിട്ടിരിക്കുന്നത്? അവരെ ഇന്നും നായ്ക്കളെ വിട്ട് കടിപ്പിച്ചും അവരെ ലൈംഗിക വൈകൃതത്തിന് വിധേയമാക്കിയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അമേരിക്കയുടെ വിദേശ നയം. അമേരിക്ക മറ്റോരോ രാഷ്ട്രങ്ങളോടും, കൊച്ചു കൊച്ചു രാഷ്ട്രങ്ങളോട് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം സെപ്റ്റംബർ 11 വരെയുള്ള കാലഘട്ടത്തിനുള്ളില് അമേരിക്ക 100 രാഷ്ട്രങ്ങളിലെ കാര്യമില്ലാതെ സൈനികമായും അല്ലാതെയുമുള്ള ഇടപെടലുകൾ നടത്തിയത് ശരിയാണ് എന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അഭിപ്രായമുണ്ടോ? കോൺഗ്രസിന് അഭിപ്രായമുണ്ടോ? അമേരിക്ക നടത്തിയ ഇടപെടലുകളുടെ അവസാനം അമേരിക്ക യഥാർത്ഥത്തിൽ ഒരു കൃത്രിമമായ സംഭവം ഉണ്ടാക്കുകയല്ലേ സെപ്റ്റംബർ 11 ചെയ്തത്? സെപ്റ്റംബർ 11 പിന്നിൽ അവിടുത്തെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെട്ടതിന്റെ പിന്നിൽ, അതിൽ 3000-ഓളം പേര് കൊല്ലപ്പെട്ടതിന്റെ പിന്നിൽ അഫ്ഗാനിസ്ഥാനാണ് എന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കരുതുന്നുണ്ടോ? കോൺഗ്രസ് കരുതുന്നുണ്ടോ? അഫ്ഗാനിസ്ഥാനിൽ ഉസാമ ബിൻ ലാദൻ എന്ന് പറയുന്ന ഒരാൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കരുതുന്നുണ്ടോ? കോൺഗ്രസ് കരുതുന്നുണ്ടോ? അങ്ങനെ ഒരു ഉസാമ എന്ന ഒരു സാങ്കല്പിക കഥാപാത്രത്തെ സൃഷ്ടിച്ചുകൊണ്ട് വേൾഡ് ട്രേഡ് സെന്റർ തകർത്തത് മുസ്ലിം തീവ്രവാദികളാണ് എന്ന് പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ അംഗീകരിക്കുന്നത്? വിനയപൂർവ്വം ചോദിക്കുകയാ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് അമേരിക്കയിലെ തന്നെ ഏറ്റവും വിശാരദന്മാരായ ചരിത്രകാരന്മാരും ബുദ്ധിജീവികളും ഇപ്പോൾ എഴുതി വിട്ടുകൊണ്ടിരിക്കുന്നത്, നിരന്തരം എന്ന വണ്ണം പത്രങ്ങളിലൂടെയും നെറ്റുകളിലൂടെയും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? അമേരിക്കയിൽ വേൾഡ് ട്രേഡ് സെന്റർ തകർക്കപ്പെടുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ചില ജൂത പ്രമാണിമാർ അവിടെ എത്തുകയും അവരുടെ ചില ഗൂഢാലോചനകൾ നടക്കുകയും അവസാനം വേൾഡ് ട്രേഡ് സെന്റർ തകർക്കപ്പെടുന്നതിന് 2 ദിവസം മുമ്പ് വേൾഡ് ട്രേഡ് സെന്ററിനോട് ബന്ധപ്പെട്ട് ജോലികളിൽ ഏർപ്പെട്ടിരുന്ന വിവിധ ഉദ്യോഗസ്ഥന്മാരായ ജൂതന്മാർ മൊത്തം അവിടെ നിന്ന് മാറുകയും ചെയ്തിരുന്നു എന്നും 100-കണക്കിന് ജൂതന്മാർ ജോലി ചെയ്തുകൊണ്ടിരുന്ന വേൾഡ് ട്രേഡ് സെന്റർ തകർക്കപ്പെട്ടപ്പോൾ അതിൽ 10-5 ജൂതന്മാര് പോലും കൊല്ലപ്പെട്ടിട്ടില്ല എന്നും പറയുമ്പോൾ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററിൽ ആദ്യത്തെ ഗോപുരം തകർന്നതിന് ശേഷം സാധാരണ നിലയിൽ വേൾഡ് ട്രേഡ് സെന്ററിന് ചുറ്റും കൂടി ഒരു ഈച്ച പറന്നു പോയാൽ അതുപോലും കണ്ടുപിടിക്കാനുള്ള അത്യന്താധുനിക സംവിധാനം അമേരിക്കയ്ക്കുണ്ടായിട്ട് ആദ്യത്തെ ഗോപുരം തകർന്നിട്ട് പിന്നെ എത്രയോ മണിക്കൂറുകൾക്ക് ശേഷമാണ് 2ാമത്തെ ഗോപുരം തകർന്നത്. എന്തുകൊണ്ടാണ്? ഇതിനിടയിൽ അമേരിക്കയ്ക്ക് അവിടെ ഇത്രയും സംവിധാനങ്ങളുള്ള അമേരിക്കയ്ക്ക് എവിടെന്നോ വന്നു എന്ന് പറയുന്ന ഏതോ വിദേശികൾ വിമാനം തട്ടിയെടുത്തു കൊണ്ടുവന്ന് ഒരു ഗോപുരം തകർത്തിട്ട് 2ാമത്തെ ഗോപുരം തകർക്കുന്നതിനിടയിൽ മണിക്കൂറുകൾ ഉണ്ടായിട്ടും അമേരിക്കയ്ക്ക് എന്തുകൊണ്ട് തടയാൻ കഴിഞ്ഞില്ല? അമേരിക്കയിൽ നിന്ന് കിട്ടുന്ന വ്യക്തമായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അമേരിക്ക അറിഞ്ഞോ അറിയാതെയോ ജൂതന്മാർ ആസൂത്രണം ചെയ്ത സംഭവമായിരുന്നു വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം
നടന്നുകൊണ്ടിരിക്കവേ അമേരിക്ക 100 സൈനിക ഇടപെടലുകൾ അതിനു മുമ്പ് നടത്തിയിട്ട് ആ 100 സൈനിക ഇടപെടലുകളിൽ 10,000 കൊല്ലപ്പെട്ടിട്ട് ആരും തിരിച്ചു ചോദിക്കാതിരിക്കുകയും വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിൽ 3000 പേര് കൊല്ലപ്പെട്ടപ്പോൾ അവിടെ നിന്ന് 10,000-കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം അഫ്ഗാനിലെ പട്ടിണി പാവങ്ങളുടെ തലയിൽ ബോംബിട്ട് അഫ്ഗാനിലും ഇറാഖിലും ഉൾപ്പെടെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന്റെ പേരിൽ 15 ലക്ഷം പേരെ കൊന്നൊടുക്കിയ അമേരിക്കയുടെ വിദേശ നയത്തോടെ, അമേരിക്കയുടെ സമീപനത്തോടെ, ഇപ്പോഴുള്ള സമീപനത്തോടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഭിപ്രായം എന്താണ്? കോൺഗ്രസിന്റെ അഭിപ്രായം എന്താണ്? യുപിയുടെ അഭിപ്രായം എന്താണ്? ഇനി ഒരു ചോദ്യം കൂടി. നാളെ വിദേശ നയം ഇപ്പൊ തന്നെ ഹൈഡാക്റ്റിൽ പറയുന്നുണ്ട്, ഇറാൻ സ്വന്തമായി ആണവായുധം ഉണ്ടാക്കുന്നു എന്നോ, ഇറാൻ ഭീകരവാദ പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കുന്നു എന്നോ അമേരിക്കയ്ക്ക് തോന്നിയാൽ ഇറാനെതിരെ അമേരിക്ക സ്വീകരിക്കുന്ന സമീപനത്തോട് ഇന്ത്യ ആ സമീപനത്തെ പിന്തുണയ്ക്കണമെന്ന് വിനയപൂർവ്വം ചോദിക്കുക. അമേരിക്കയ്ക്ക് തോന്നിയാൽ ഇറാൻ അവിടെ ആണവായുധം ഉണ്ടാക്കിക്കൊള്ളണമെന്നില്ല, ഭീകരപ്രവർത്തനത്തിന് കൂട്ടുനിൽക്കണമെന്നില്ല. അമേരിക്കയ്ക്ക് അത് തോന്നിയാൽ, അമേരിക്ക ഇറാനെതിരെ സമീപനം സ്വീകരിച്ചാൽ ഇന്ത്യ കൂട്ടുനിൽക്കണമെന്നാ പറയുന്നത്. ശരി, ഇറാന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ. ഇറാന്റെ കാര്യം വരുമ്പോ ഇറാൻ ഷിയ ആണോ സുന്നിയാണോ, നജാദ് സുന്നിയാണോ ഷിയ ആണോ, ഒരുപാട് വിഷയങ്ങൾ അങ്ങനെ പറയാനുണ്ട്. നാളെ അമേരിക്കയ്ക്ക് ഇതുപോലെ തോന്നുകയാണ്. ഈ ഹജ്ജിനൊക്കെ പോയി ആളുകളൊക്കെ എങ്ങനെ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് 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 ഇങ്ങനെ പറയുമ്പോൾ അമേരിക് എന്ന് പറയുന്നത് പോലെ വേറെന്തോ ഒരു സാധനത്തെ കുറിച്ചായി പറയുന്നതെന്ന് അമേരിക്കയ്ക്ക് എന്ന് തോന്നിയാൽ, അവിടെ വരുന്ന ആളുകളൊക്കെ ഹജ്ജിന് വരുന്നവർ അവിടെ കൂട്ടായിട്ടിരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് പല ഭാഗത്തും ഇരുന്ന അമേരിക്കക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു എന്ന് അമേരിക്കയ്ക്ക് എന്ന് തോന്നിയാൽ, ഹജ്ജിന് വരുന്ന ആളുകളിൽ ചില ആളുകൾ കൂടിയിട്ട് ബോംബ് ഉണ്ടാക്കുന്നു അമേരിക്കക്കെതിരെ എന്ന് അമേരിക്കയ്ക്ക് അങ്ങ് തോന്നിയാൽ, അങ്ങനെയാണല്ലോ അമേരിക്കയ്ക്ക് തോന്നൽ ഉണ്ടാവുകയാണല്ലോ, മൂത്രശങ്ക വരുന്നത് പോലാണല്ലോ അമേരിക്കയ്ക്ക് ഇങ്ങനെ തോന്നലുകൾ വരുന്നത്. അമേരിക്ക അങ്ങനെ തോന്നുമ്പോഴാണ് പെട്ടെന്ന് രാസായുധ ഇറാഖിലുണ്ടെന്ന് പറയുന്നത്, അഫ്ഗാനിൽ ഉസാമ ബിൻ ലാദൻ എന്ന് പറഞ്ഞൊരു സാധുര ഇരിപ്പുണ്ടെന്ന് പറയുന്നത്. ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അമേരിക്കയ്ക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അഫ്ഗാനിലെ ഏതോ ഒരു മലമുകളിൽ ഏതോ ഒരു ഗുഹയ്ക്കകത്ത് ഒരു ഉസാമ ബിൻ ലാദൻ ഇരുന്നിട്ട് ഇത്രയും കാലം ഈ രാജ്യത്തെ മൊത്തം ഞെട്ടിവിറപ്പിക്കാൻ കഴിയുന്നെങ്കിൽ, എന്നാ ബുഷേ ആ പ്രസിഡന്റ് പദവിക്ക് അർഹൻ താങ്കളെക്കാൾ ആ ഉസാമ ബിൻ ലാദൻ എന്ന് പറയുന്ന മനുഷ്യനല്ലേ? അയാളെ പിടിച്ച് അവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചുകൂടെ? തനിക്ക് എന്തൊക്കെ സംവിധാനങ്ങളാ ഉള്ളത്? വിരലം അമർത്തിയാൽ ലോകം മൊത്തം നശിപ്പിക്കാൻ പറ്റുന്ന എല്ലാ യന്ത്രങ്ങളും സംവിധാനങ്ങളും ബോംബുകളും ഒക്കെ ഉണ്ടാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന താങ്കളുടെ മൂക്കിന് മുന്നിൽ വന്നിട്ട് ഇങ്ങനൊരു മനുഷ്യൻ ഇത്രയും വലിയ ആക്രമണം നടത്തിച്ചു എന്നും, എന്നിട്ട് അയാൾ പോയൊരു ഗുഹയിൽ ഒളിച്ചിരിക്കുന്നു എന്നും, എന്നിട്ട് താങ്കൾക്ക് അയാളെ പിടിക്കാൻ പറ്റുന്നില്ലെന്നും, താങ്കൾ അയാളെ പിടിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്ന മുഷറഫ് തന്നെ ഇപ്പൊ നാണം കെട്ടിട്ട് ഇറങ്ങിപ്പോയിരിക്കുന്നു എന്നും ഒക്കെ പറയുമ്പോൾ എന്തൊരു നാണക്കേടാ ബുഷേ! ഇത് വല്ലാത്ത നാണക്കേടല്ലേ ബുഷേ? അത് അങ്ങോട്ട് പോയാൽ ഒരുപാട് പറയേണ്ടി വരും, അതുകൊണ്ട് പറയുന്നില്ല, ഞാൻ നിർത്തുകയാ. പക്ഷെ ഞാൻ ചോദിക്കുക, അമേരിക്കയുടെ വിദേശ നയത്തിന്റെ ഭാഗമായിട്ട് അമേരിക്ക തീരുമാനിക്കുകയാണ് ഈ പരിശുദ്ധമായ റൗള ഷരീഫ് അതുപോലെ പരിശുദ്ധമായ ഹറം ഷരീഫ് ഇത് രണ്ടും സൗദിയിലുള്ളത് കൊണ്ടാണ് ഈ ലക്ഷങ്ങൾ അവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരിങ്ങനെ വന്നുകൊണ്ടിരുന്നാൽ അമേരിക്കക്കെതിരെ അവർ ഗൂഢാലോചന നടത്തും. അതിന് സാധ്യതയുള്ളത് കൊണ്ട് ഈ ഹറം ഷരീഫിന് വേണ്ട, റൗള ഷരീഫിന് വേണ്ട, അങ്ങനെ സൗദി അറേബ്യക്ക് മേലൊരു ബോംബിട്ട് കളയാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പറയുകയാ. ലോകത്തെ കോടാനുകോടി വിശ്വാസികളുടെ ചങ്കിലെ ചോരയായ, ജീവന്റെ തുടിപ്പായ, കരളിന്റെ കാതലായ ഈന്തപ്പന കുലകളുടെയും മുന്തിരിപ്പൂവള്ളികളുടെയും ശീതളഛായയിൽ പരിലസിക്കുന്ന മദീന മുനവ്വറയിൽ വിശ്രമം കൊള്ളുന്ന ലോകത്തെ സർവമർദ്ദിതന്റെയും വിമോചകനായ, ലോകത്തെ സർവപീഡിതന്റെയും വിമോചകനായ, ലോകത്തെ സർവ അടിച്ചമർത്തപ്പെടുന്നവന്റെയും വിമോചകനായ, ലോകത്തിന്റെ മൊത്തം പ്രതീക്ഷയായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നാനിയാട്ടോ. രാഷ്ട്രീയ പരിപാടിയാണെങ്കിലും റസൂലുള്ളാഹിയുടെ പേര് കേൾക്കുമ്പോൾ അജിത്തിനോട് ഞാൻ സ്വലാത്ത് എല്ലാം പറയൂല, പക്ഷേ നിങ്ങൾ സ്വലാത്തില്ലാതിരിക്കാൻ പറ്റൂല. മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളുടെ റൗള ഷരീഫും പരിശുദ്ധമായ ഹറം ഷരീഫും ഒക്കെ ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യക്ക് മേലെ ബോംബിടാൻ നാളെ അമേരിക്ക അങ്ങ് തീരുമാനിച്ചാൽ ഇന്ത്യ രാജ്യത്തെ അന്നത്തെ ഭരണകൂടം പറയുകയാണ്, അമേരിക്കയെ പിന്തുണയ്ക്കാതിരുന്നാൽ 40 ലക്ഷം കോടി രൂപ ചെലവാക്കി ഉണ്ടാക്കിയിരിക്കുന്ന ആണവ പദ്ധതി അമേരിക്ക അങ്ങ് തകർത്ത് കളയും, അത് വേണ്ടാന്ന് വെക്കും. അമേരിക്ക അത് വേണ്ടാന്ന് വെക്കും. ഇവിടെ ഇങ്ങോട്ട് ഇന്ധനം തരുന്നില്ല, ഇവിടെ ഇങ്ങോട്ട് യുറേനിയം തരുന്നില്ല. സമ്പുഷ്ടീകരിച്ച യുറേനിയം സമ്പുഷ്ടീകരിച്ചത് ഇന്ത്യ രാജ്യത്തേക്ക് അവിടെ നിന്ന് ഇങ്ങനെ തരികയാ. ഇവിടെ ഇങ്ങോട്ട് ഉണ്ടാക്കാനുള്ള അനുവാദം തരുന്നില്ല. ഇന്ത്യയുടെ സ്വന്തമായ എല്ലാ ആണവ പദ്ധതിയുടെയും കടക്കൽ കത്തിവെച്ചിരിക്കുകയാ. അവിടെ നിന്ന് തന്നാൽ മാത്രമേ ഇവിടെ ചലിക്കുകയുള്ളൂ. അങ്ങനെ പറയുമ്പോൾ ഇത് തരാൻ പറ്റൂല, നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ അന്ന് ഇന്ത്യ ഭരിക്കുന്നവർ അമേരിക്കയുടെ കൂടെ നിൽക്കാമെന്ന് തീരുമാനിച്ചാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അപ്പോൾ എന്ത് മറുപടി പറയാനുണ്ടാകും? ഞങ്ങൾ വിനയപൂർവ്വം നിങ്ങളോട് ചോദിക്കുകയാ. എന്ന് സാഹചര്യം വന്നുകൂടാന്നൊന്നുമില്ലല്ലോ. അമേരിക്കയ്ക്ക് അങ്ങനെ അങ്ങ് തോന്നിയാ മതിയല്ലോ. അമേരിക്ക പറയുകയാ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നോ, ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് നിങ്ങൾക്ക് യുറേനിയം തരൂല, നിങ്ങളെ പ്ലാന്റ് വർക്ക് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കൂല എന്ന് പറഞ്ഞാൽ 40 ലക്ഷം കോടിയാണോ പ്രധാനം, അതല്ല മുസ്ലിം ലീഗിന്റെ ഒരു MP ആണോ പ്രധാനം എന്ന് ചിന്തിക്കുന്ന ഘട്ടം വരുമ്പോൾ ഈ 40 ലക്ഷം കോടിയാ പ്രധാനമെന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണകർത്താക്കൾ തീരുമാനിച്ചാൽ അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നിങ്ങൾ എന്ത് മറുപടി പറയും? ഇനി ഞങ്ങൾ ചോദിക്കുക, അമേരിക്കയെ നിങ്ങൾക്ക് വിശ്വാസമാണോ? അമേരിക്ക പറയുന്നതൊക്കെ പറയുന്നത് പോലെ ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അമേരിക്ക അതിന്റെ ചരിത്രം മൊത്തം AD 1500-നും 1700-നുമുള്ള 200 വർഷത്തിനുള്ളില് കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചു എന്ന് പറയുന്ന ആ കാലഘട്ടത്തില് എത്ര 15 ലക്ഷക്കണക്കിന് ആളുകളെ, 2 ലക്ഷം സ്ത്രീകളെ മാത്രം യക്ഷികൾ എന്ന് പേര് പറഞ്ഞ് കള്ളക്കഥകൾ ഉണ്ടാക്കി, കള്ളക്കേസുകൾ ഉണ്ടാക്കി, കള്ളവിചാരണ നടത്തി 2 ലക്ഷം സ്ത്രീകളെ മാത്രം ചുട്ടുകൊന്നിട്ടുണ്ട് അമേരിക്ക. അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങിയാൽ ലോകത്ത് ഇടപെടേണ്ടാത്ത എല്ലാ സ്ഥലത്തും അമേരിക്ക ഇടപെട്ട് 10,000-ങ്ങളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. 2ാം ലോക മഹായുദ്ധം അവസാനിച്ച് ജപ്പാൻ വെള്ളക്കൊടി കാണിച്ച് യുദ്ധം തീർന്നു എന്ന് പറഞ്ഞതിന് ശേഷമാ മക്കളെ അണുബോംബിട്ട് നാഗസാക്കിയിലും ഹിരോഷിമയിലും 10,000-കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യജീവനുകൾ നശിച്ചു പോവുകയും ഇന്നും അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും വികലാംഗരായി ജനിക്കുന്ന അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. യുദ്ധം തീർന്നു എന്ന് പറഞ്ഞ് വെള്ളക്കൊടി കാണിച്ചതിന് ശേഷം അവരുണ്ടാക്കിയ ബോംബ് പരീക്ഷിക്കുന്നതിന് വേണ്ടി 1000-ങ്ങളുടെ 10,000-ങ്ങളുടെ ലക്ഷങ്ങളുടെ ജീവൻ നശിപ്പിച്ചുകൊണ്ടും ജീവിച്ചിരിക്കുന്നവരെ ജീവച്ഛവമാക്കിക്കൊണ്ടും ഇന്നും ജനിക്കുന്നത് ജീവച്ഛവമായ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന വണ്ണം ആ നാഗസാക്കിയിലും ഹിരോഷിമയിലും ബോംബ് വർഷിച്ചതെങ്കിൽ ഈ അമേരിക്കയെ എങ്ങനെയാ വിശ്വസിക്കുക? ഈ അമേരിക്കയെ വിശ്വസിക്കാൻ പറ്റുമോ? ഈ അമേരിക്കയെ വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു കാര്യം, 8000 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് ഗോൾഡൻ ലിക്വിഡ് എന്ന് പറയുന്ന ഈ പറയുന്ന യുറേനിയം തിളച്ചുമറിയുന്നത്. 8000 ഡിഗ്രി സെന്റിഗ്രേഡിലാണ്. 8000 ഡിഗ്രി സെന്റിഗ്രേഡിൽ തിളച്ചുമറിയുന്ന ഈ യുറേനിയം അമേരിക്കയ്ക്ക് ഇന്ത്യയെ തകർക്കണമെന്ന് തോന്നിയാൽ അണുബോംബ് കൊണ്ടിടേണ്ട കാര്യമില്ല. ഈ തിളച്ചുമറിയുന്ന യുറേനിയം 8000 ഡിഗ്രി സെന്റിഗ്രേഡ് തിളച്ചുമറിയുന്ന ഇതിനകത്ത് എന്തെങ്കിലും ഒരു കൃത്രിമത്വം കാണിക്കാൻ അമേരിക്ക തയ്യാറായാൽ പൊട്ടി തകർന്ന് ഇന്ത്യ രാജ്യത്തെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരെ ശവശരീരമല്ല, അവരുടെ ശരീരം പോയിട്ട് എല്ല് പോയിട്ട് ചാമ്പല് പോലും വെണ്ണൂറ് പോലും കിട്ടാത്ത വണ്ണം ഉരുകി തകർന്നു പോകും. ഈ അമേരിക്കയുമായിട്ട് ഇങ്ങനൊരു ബന്ധമുണ്ടാക്കുമ്പോൾ അമേരിക്കയെ വിശ്വസിക്കാൻ കഴിയുന്നവരല്ലെങ്കിൽ അമേരിക്ക ഇങ്ങനൊരു കൃത്രിമത്വം കാണിച്ചാൽ ഈ പ്ലാന്റുകളിൽ നടക്കുന്ന ഈ യുറേനിയം തിളച്ചുമറിയുന്ന ഘട്ടത്തില്, ഈ ലിക്വിഡായി തിളച്ചുമറിയുന്ന ഈ സുവർണ ദ്രാവകത്തില് ഏതെങ്കിലും കൃത്രിമത്വം അമേരിക്ക കാണിക്കുകയില്ല എന്ന് എങ്ങനെയാ ഉറപ്പ് പറയാൻ പറ്റുക? ഇനി ഞങ്ങൾ ചോദിക്കുക, ഇറാനിൽ നിന്ന് ഇന്ത്യക്ക് നേരത്തെ പറഞ്ഞതുപോലെ 2021 ആകുമ്പോഴേക്ക് ഇന്ത്യക്ക് അപ്പോഴാവശ്യമായ വൈദ്യുതിയുടെ ഊർജത്തിന്റെ 6% മാത്രമാണ് ആ 2021-ൽ ഈ 40 ലക്ഷം കോടി രൂപ ചെലവാക്കിയാൽ അപ്പോൾ കിട്ടുന്നത്. എന്നാൽ ഇന്ത്യ രാജ്യത്തിന് ആവശ്യമായ മുഴുവൻ ഊർജത്തിന്റെയും 70%-ലധികം ഇതിനേക്കാൾ എത്രയോ
കുറഞ്ഞ ചെലവിൽ ഇപ്പോൾ തന്നെ ഇറാനുമായിട്ട് ബന്ധമുണ്ടാക്കി ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവരാമെന്നിരിക്കവേ അതിനാവശ്യമായ സംവിധാനങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ച ഇന്ത്യയുടെ പെട്രോളിയം മന്ത്രിയായിരുന്ന അല്ല പഴയ ആളുടെ പേര് പെട്രോളിയം മന്ത്രിയായ തമിഴ്നാട്ടുകാരൻ മണിശങ്കർ അയ്യർ അതിനുവേണ്ടി പരിശ്രമിച്ച ഒറ്റ കാരണത്താൽ അദ്ദേഹത്തെ പെട്രോളിയത്തിന് മന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി. അത് മാത്രമല്ല, ഇറാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളുമായുള്ള ഇന്ത്യയുടെ ചേരിചേരാ നയം ശക്തമായി നെഹ്റുവിന്റെ കാലത്തെ പോലെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച നട്വർ സിംഗിനെ കള്ളക്കേസ് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് ഒഴിവാക്കി. എന്നിട്ട് ഇന്ത്യൻ പെട്രോളിയത്തിലെ അമേരിക്കയുടെ ഏജന്റായ മുരളി ദിയോറായെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പെട്രോളിയം മന്ത്രിയാക്കി. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതാരാ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വ്യക്തമാക്കുമോ? എന്തുകൊണ്ടാണ് ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ നിന്ന് ഇന്ത്യക്ക് ആവശ്യമായ 70% ഊർജം വളരെ ചെറിയ കോസ്റ്റിൽ ലഭിക്കുകയും അതുവഴി ഇന്ന് വീട്ടമ്മമാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാസിന്റെ വില, ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ നാം ഇന്ന് ആശ്രയിക്കുന്ന ഗ്യാസിന്റെ വില ഇന്നത്തെക്കാൾ എത്രയോ കുറയുകയും, ഇതല്ല ഈ പുതിയ ആണവ കരാറിലൂടെ ഉണ്ടാകുന്ന സംവിധാനത്തിലൂടെയാണ് നമുക്ക് നാളെ ഗ്യാസ് കിട്ടുന്നതെങ്കിൽ ഇന്നത്തതിന്റെ എത്രയോ ഇരട്ടി ഗ്യാസിന്റെ വില വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ ഇവിടത്തെ കോടിക്കണക്കിന് വരുന്ന വീട്ടമ്മമാരുടെ കഞ്ഞിയിൽ പാറ്റയിട്ടുകൊണ്ട് ഇറാനുമായിട്ടൊരു നല്ല ബന്ധമുണ്ടാക്കാതെ അമേരിക്കയുമായി ബന്ധമുണ്ടാക്കി കോടിക്കണക്കിന് വീട്ടമ്മമാരുടെ കഴുത്തിന് പിടിക്കുന്ന, അവരെ കഷ്ടപ്പെടുത്തുന്ന ഈ തീരുമാനം കൊണ്ടുവന്നതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താ? എന്തുകൊണ്ടാണ് ഇറാനുമായിട്ടൊരു ബന്ധമുണ്ടാക്കാതിരുന്നത്? അതിനുവേണ്ടി എന്തുകൊണ്ടാണ് ഒരിക്കൽ പോലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിനുവേണ്ടി എന്തുകൊണ്ടാണ് പാർലമെന്റിൽ ശബ്ദിക്കാതിരുന്നത്? വിനയപൂർവ്വം ഞങ്ങൾ ചോദിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ രഹസ്യമില്ലേ മക്കളെ? ഉണ്ടോ? ആ രഹസ്യം എന്താണെന്നറിയോ? 4 ലക്ഷം കോടിയുടെ 10% എത്രയാ? 40,000 കോടി. ഈ 10% ഈ ഇടപാടിലെ കമ്മീഷൻ. ഈ 40,000 കോടിയിൽ നിന്ന് ഒരു 200-300 കോടി നിങ്ങളുടെ എംപിക്ക് കിട്ടിയാൽ എന്താ പുളിക്കുവോ? അതുപോലെ ഇന്ത്യ രാജ്യത്തെ 100 കണക്കിന് എംപിമാർക്ക് 100 കോടിയും 50 കോടിയും 200 കോടിയും ഒക്കെ കൊടുത്താലും പിന്നെയും 10-15,000 കോടി ഉണ്ടാവും. പൈസ വാങ്ങിയെന്നൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെ വാങ്ങുന്നവരാന്നുള്ള അഭിപ്രായവും നമുക്കില്ല. പക്ഷെ കിട്ടിയാൽ അത് വേണ്ട എന്ന് പറയുമെന്നുള്ള അഭിപ്രായവും നമുക്കില്ല. അപ്പൊ ഇതിന്റെ പിന്നിൽ എന്തോ രഹസ്യമില്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഈ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ആള് ഒരു പഞ്ചായത്ത് ഇലക്ഷന് പോലും മത്സരിച്ചാൽ ജയിക്കാൻ പറ്റാത്ത ആള്, ഇയാള് പണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ധനകാര്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഇന്ത്യ രാജ്യത്ത് ഘാട്ട് കരാർ കൊണ്ടുവന്നത്. അന്ന് പാർലമെന്റിൽ കൊണ്ടുവന്നപ്പോൾ ആരും ഘാട്ട് കരാറിനെ അനുകൂലിച്ചില്ല. പക്ഷേ അനുകൂലിക്കാത്ത ഘാട്ട് കരാറിനെ കുറെ നാളുകൾക്ക് ശേഷം പാർലമെന്റിന്റെ അംഗീകാരം ഇല്ലാതെ തന്നെ ഘാട്ട് കരാർ നടപ്പിലാക്കി. ഘാട്ട് കരാർ നടപ്പിലാക്കിയതിന്റെ ദുരന്ത ഫലങ്ങൾ ഇന്നും രാജ്യത്തിന്റെ നാനാഭാഗത്ത് ആയിരക്കണക്കിന് കർഷകർ ജീവിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ഘാട്ട് കരാറിന്റെ ദുരന്ത ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇക്കാര്യത്തിൽ ഒരിക്കൽ പോലും പാർലമെന്റിൽ ഗൗരവമായ ഒരു ചർച്ചയ്ക്ക് മൻമോഹൻ സിംഗ് തയ്യാറായില്ല. ഇതേ കരാറ് മറ്റൊരു രീതിയില് ഇന്ത്യയും ജപ്പാനും തമ്മിൽ ഉണ്ടാക്കിയപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ, അതായത് ഇപ്പൊ എന്താ ഇന്ത്യ പറയുന്നത്, ഇഷ്ടമുള്ളപ്പോ പറ്റുന്നില്ലെങ്കിൽ പിന്മാറാം. ആർക്കാ പിന്മാറാൻ പറ്റുന്നത്? 4 ലക്ഷം കോടി കൊണ്ടുപോയി കൊടുത്തിട്ട് ഇഷ്ടമില്ലെങ്കിൽ ഇനി പിന്മാറാന്ന് തീരുമാനിച്ചാൽ ഇന്ത്യ രാജ്യത്തിന് അത് പറ്റുമോ? മാത്രം ഇന്ത്യ രാജ്യത്തിന് ഹൈഡാക്ട് ഇല്ല. ഇന്ത്യ രാജ്യത്തിന് ഇപ്പൊ അമർ സിംഗ് പറയുന്നു, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അമർ സിംഗ് പറയുന്നു. അമർ സിംഗ് ഉണ്ടല്ലോ, നമ്മൾ കൊണ്ടുവന്ന അമർ സിംഗ്. പക്ഷെ കഴിഞ്ഞു മുലയാമുമായിട്ടുള്ള എല്ലാ ബന്ധവും തലാഖ് 3 തലാഖിൽ ചെന്നിട്ട് വിട്ടു. നമ്മള് തലാഖില്ല, ചൊല്ലിയതായിരിക്കും. ലീഗ് ചെല്ലുന്നത് പോലെ ആയിരിക്കും. നമ്മൾ ചൊല്ലിയതായിരിക്കും. പിന്നെ തിരിച്ചെടുക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. അതാണ് നമ്മുടെ തലാഖ്. ലീഗ് ആദ്യം പറഞ്ഞ എന്തായിരുന്നു? ഞങ്ങള് മന്ത്രിസ്ഥാനം രാജിവെക്കും, എന്നാൽ UPA-യിൽ തുടരും. അതൊക്കെ ഞാൻ പറയുമ്പോൾ ഒരുപാട് പറയേണ്ടി വരും. ഞാൻ അങ്ങോട്ടൊക്കെ പോയാൽ അതുകൊണ്ട് അങ്ങോട്ട് പറയുന്നില്ല. ചുരുക്കത്തിൽ നമ്മുടെ നയം ഇപ്പൊ അമർ സിംഗ് പറയുന്നു, ഇന്ത്യക്ക് ഒരു ഹൈഡാക്ട് വേണോ? ഇന്ത്യക്ക് എങ്ങനെയായി ഹൈഡാക്ട് ഉണ്ടാവുക? ഇന്ത്യ രാജ്യം അമേരിക്കയുമായിട്ട് കരാറിൽ ഒപ്പിട്ടു.
അമേരിക്കയുടെ ഹൈഡാറ്റ് പ്രകാരം അമേരിക്ക പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇന്ത്യയും അതനുസരിച്ച് പ്രവർത്തിക്കണം. ഈ സാഹചര്യത്തില് ഇന്ത്യ രാജ്യത്തിന് ഏതെങ്കിലും ഒരു കാരണത്തിന്റെ പേരിൽ പിന്മാറണമെന്ന് തോന്നിയാൽ ഇന്ത്യക്ക് വരുന്നത് 4 ലക്ഷം കോടിയുടെ നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തിന് പിന്മാറാൻ പറ്റൂല. ഇന്ത്യ രാജ്യം പിന്മാറാൻ തയ്യാറാവൂല. ഈ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോലെ ഈ കാര്യം ഇങ്ങനെ വരുമ്പോൾ ഒരു കരാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇവിടെ ഒരു 10,000 രൂപയുടെ ഒരു കച്ചവടം നടത്തിയിട്ട് ഒരു കരാർ ഉണ്ടാക്കിയാലും നമ്മൾ 2 സാക്ഷികൾ വെക്കും അല്ലേ? ഇന്നിടത്ത് ഇന്ന ആള് സാക്ഷി, കല്യാണത്തിനുണ്ട് സാക്ഷി, കച്ചവടത്തിനുണ്ട് സാക്ഷി, കരാർ എഴുതുന്ന എല്ലാത്തിനും സാക്ഷിയുണ്ട്, സാക്ഷികൾ വെക്കും. എന്നാൽ ഇത്രയും വലിയ ഒരു കരാർ 4 ലക്ഷം കോടിയുടെ ഒരു കരാർ ഉണ്ടാക്കിയിട്ട് ഒരാളെ സാക്ഷിയാക്കിയിട്ടില്ല, ഒരു മധ്യസ്ഥനുമില്ല. ഇങ്ങനൊരു മധ്യസ്ഥൻ ഇങ്ങനൊരു കാര്യത്തിൽ അമേരിക്കയുമായിട്ട് കരാറുണ്ടാക്കുമ്പോൾ ഒരു മധ്യസ്ഥൻ വേണമെന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ മാത്രം ജപ്പാൻ 2 വർഷം ചർച്ച നടത്തി. 2 വർഷം ചർച്ച നടത്തിയെന്ന് മാത്രമല്ല, നിരവധി തവണ പാർലമെന്റിൽ ഈ വിഷയം കൊണ്ടുവന്ന് ചർച്ച ചെയ്ത് വളരെ വ്യക്തമായ ചർച്ചകൾക്കും ആലോചനകൾക്കും ശേഷമാണ് ജപ്പാൻ കരാറിൽ ഒപ്പിട്ടത്. 13 വർഷം തുടർച്ചയായിട്ട് ചർച്ച നടത്തിയിട്ട ചൈന കരാറിൽ ഒപ്പിട്ടത്. പക്ഷേ ചൈനയും ജപ്പാനും ഒപ്പിട്ടിരിക്കുന്ന കരാർ ഇന്ത്യ ഒപ്പിട്ടതുപോലെ അപകടകരമാകുന്ന ഒരു കരാറല്ല, നിരവധി കാരണങ്ങൾ കൊണ്ട്. അങ്ങോട്ട് ഞാനിപ്പോ കിടക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ രാജ്യം ഒരു മധ്യസ്ഥനുമില്ലാതെ 4 ലക്ഷം കോടി കൊടുത്ത് അമേരിക്കയിൽ നിന്ന് പെട്ടെന്ന് പ്രസിഡന്റ് പദവി ഒഴിയാൻ ഏതാനും മാസങ്ങൾ മാത്രമുള്ള ജോർജ് ബുഷുമായിട്ട് ഇത്രയും വലിയ ഒരു കരാറിൽ ഒപ്പിട്ടപ്പോൾ ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു പ്രാവശ്യം പോലും ഗൗരവതരമായ ചർച്ച നടത്താതെ ഇങ്ങനൊരു കരാറിൽ ഒപ്പിട്ടതിപ്പോൾ പാർലമെന്റിൽ ഒരു ചർച്ചയെങ്കിലും നടത്തണമെന്ന് എന്തുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പറഞ്ഞില്ല? അത് ഞങ്ങൾക്ക് കോൺഗ്രസിൽ പൂർണ്ണ വിശ്വാസമുള്ളതുകൊണ്ടാണ്. ഇങ്ങനെ നിങ്ങൾ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച ഒരു കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായിരുന്നല്ലോ നരസിംഹറാവു. ബാബരി മസ്ജിദ് തകർക്കുന്നതിന്റെ അന്നത്തെ രാവിലെയും നിങ്ങൾക്ക് ഉറപ്പ് വന്നിരുന്നല്ലോ, ലോകത്തിന് ഉറപ്പ് കൊടുത്തിരുന്നല്ലോ തകർക്കൂലെന്ന്. അവസാനം ബാബരി മസ്ജിദിന്റെ മുനാരങ്ങൾ ഒന്നൊന്നായി തട്ടി തകർത്ത് തരിപ്പണമാക്കപ്പെട്ടതിന് ശേഷം ഇന്ത്യയിലെ മുസ്ലിം നേതാക്കളും മതേതര സമൂഹത്തിന്റെ പ്രതിനിധികളും പോയി കണ്ടപ്പോൾ തകർക്കപ്പെട്ട ബാബരി മസ്ജിദ് അതേ സ്ഥലത്ത് തന്നെ പുനർനിർമ്മിച്ച് തരുമെന്ന് അന്നത്തെ ഇന്ത്യയുടെ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി നരസിംഹറാവു ഉറപ്പ് തന്നിരുന്നല്ലോ. ഇന്നത്തെ കോൺഗ്രസിനെ കൊണ്ട് ബാബരി മസ്ജിദ് യഥാസമയത്ത് യഥാസ്ഥലത്ത് പുനഃസ്ഥാപിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കഴിയുമോ എന്ന് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് പറ്റുമോ കോൺഗ്രസിനെ കൊണ്ട് ബാബരി മസ്ജിദ് യഥാസ്ഥാനത്ത് ഇടാൻ പോകുന്ന ഘട്ടത്തിൽ അഭിമാനത്തോടുകൂടി അമേരിക്കയോടൊപ്പം നിന്നുകൊണ്ട് അമേരിക്കയുമായിട്ടൊരു കരാറുണ്ടാക്കുന്നതിനെ ഒരു കാരണവശാലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ചങ്കുറപ്പോടെ പറഞ്ഞുകൊണ്ട് മഹാനായ വെളിയങ്കോട് ഉമർ ഖാദിയുടെയും ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങളുടെയും സൈനുദ്ദീൻ മഖ്ദൂമിന്റെയും ചേറൂർ ശുഹദാക്കളുടെയും മലപ്പുറം ശുഹദാക്കളുടെയും അങ്ങനെ അതിശക്തമായ പോരാട്ടങ്ങൾ നടത്തിയ മഹാനായ കുഞ്ഞാലി മരക്കാരുടെയും ഒക്കെ പാരമ്പര്യമുള്ള ഈ മണ്ണിൽ നിന്ന് ഇവിടുത്തെ ഉമ്മപെങ്ങന്മാരുടെയും സഹോദരന്മാരുടെയും വോട്ട് വാങ്ങി ജയിച്ചു പോയ എംപിമാര്, ആ എംപി എന്ന നിലയിലെ പൊന്നാനിയുടെ മണ്ണിനോട്, വെളിയങ്കോട് ഉമർ ഖാദിയോട്, ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങളോട് ഒരല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന പ്രതിഷേധ മഹാമഹത്തിൽ ഒരുമിച്ച് കൂടിയ ഈ വലിയ ജനക്കൂട്ടത്തോട്, ഇവരുടെ ഒക്കെ വീടുകളിലെ ഉമ്മമാരോട്, പെങ്ങന്മാരോട്, ഈ നാട്ടിൽ നിങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരോട് നിങ്ങൾക്കൊരല്പമെങ്കിലും പ്രതിബദ്ധതയുണ്ട് എങ്കിൽ ഫലസ്തീന്റെ തെരുവോരങ്ങളിൽ പിഴഞ്ഞു വീണ് മരിക്കുന്ന 10,000ങ്ങളോട്, ലോകത്തിന്റെ നാനാഭാഗത്തും അമേരിക്കയുടെ കടന്നാക്രമണത്തിന് വിധേയരായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിമോചന പോരാളികളോട്, അബൂഗരീബിലെ തടങ്കൽ പാളയത്തിൽ കിടക്കുന്ന ആയിരക്കണക്കിന് സഹോദരന്മാരോട്, ഗോണ്ടനാമയിൽ കൈകാലുകൾ കൂട്ടിക്കെട്ടപ്പെട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും കൈകാലുകളുടെ ചങ്ങലകൾ മാറ്റിക്കൊടുക്കാതെ ഭക്ഷണം പോലും ചങ്ങലയിട്ട് കൈകൊണ്ട് കഴിക്കേണ്ടി വരികയും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ നമസ്കരിക്കേണ്ടി വരുമ്പോൾ പോലും ആ സന്ദർഭത്തിൽ പോലും ചങ്ങലയിട്ട കൈകൾ നെഞ്ചത്തേക്ക് കെട്ടി നമസ്കരിക്കേണ്ടി വരികയും ചെയ്യുന്ന ഗോണ്ടനാമയിലെ തടങ്കൽ പാളയത്തിൽ കിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നിരപരാധികളായ സഹോദരന്മാരോട് നിങ്ങൾക്ക് പ്രതിബദ്ധതയുണ്ട് എങ്കിൽ, അമേരിക്ക ലോകത്തിന്റെ നാനാഭാഗത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളോട് നിങ്ങൾക്ക് എതിർപ്പുണ്ട് എങ്കിൽ, ഈ അമേരിക്കയുടെ വിദേശ നയം അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യം ഒരു കരാറിൽ
കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് പറയാനുള്ള ആത്മാഭിമാനവും ചങ്കുറപ്പും നിങ്ങൾക്കുണ്ടാകണം. അതുണ്ടായാലല്ലാതെ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ MP ഡൽഹിയിലേക്ക് പോവുകയില്ല എന്ന് ഞങ്ങൾ ഈ സന്ദർഭത്തിൽ വളരെ ശക്തമായി ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഈ കാര്യത്തെ കാണണം. ഇതൊരു ചെറിയ കാര്യമല്ല, ഇതൊരു വലിയ പോരാട്ടമാണ്. ഇതൊരു വമ്പിച്ച പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ ഇതൊരു നിസ്സാരമായ കാര്യമായിട്ട് കാണുന്നത്. നാഷണൽ റിവ്യൂ നമ്മുടെ മാസത്തിൽ തന്നെ BJPയുടെ മുഖപത്രമല്ല. ചെല്ലിങ്ങനെ നോക്കിയിട്ട് തിരിച്ചിങ്ങനെ കൊടുക്കുന്നു. നമ്മുടെ ആണവ കരാറിനെ പറ്റി വളരെ വിശദമായിട്ട് അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. വെറും 10 രൂപ വിലയുള്ളൂ അത് വാങ്ങുക. അതുകൂടാതെ വയല് കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ റൗള ശരീഫിന്റെ തൊട്ടു മുമ്പിൽ പ്രസംഗിച്ച മദീന പ്രസംഗം ഉൾപ്പെടെയുള്ള സീഡികൾ ഇവിടെ ഉണ്ടെന്നാണ് അറിയുന്നത്. എന്റെ പ്രസംഗം അതും വാങ്ങിച്ചോളുക. ഇപ്പൊ എന്തായാലും ഇന്ന് വാങ്ങു പറയാൻ പറ്റൂല. ഞാൻ ഇന്ന് ഇത്രയും പ്രസംഗിക്കാൻ കഴിയുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ആണവ വിരുദ്ധ കരാറിന്റെ ബർക്കത്ത് കൊണ്ടാണ് ഇത്രയും പ്രസംഗിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ പ്രസംഗിക്കാൻ പറ്റും. കാരണം ഞാൻ ഇന്ന് വന്നിട്ടും ഇവിടെ തൊട്ടടുത്ത് തങ്ങിയിട്ട് അവിടെ നിന്ന് തന്നെ വിട്ട് വീണ്ടും വിലപിടിപ്പുള്ള ഗുളികകൾ വാങ്ങിപ്പിച്ച് കഴിച്ച് മൂക്കിൽ മരുന്ന് ഒഴിച്ച് ആകെ നെഞ്ചുവേദന, തലവേദന, അസ്വസ്ഥത, നിരന്തരമായ പരിപാടി, ഉറക്കമില്ലാത്ത പരിപാടികൾ, ക്ഷീണം. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് സംസാരിച്ചിട്ട് പൊക്കളയാന്ന് കരുതിയിട്ടാ വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹാനായ വെളിയങ്കോട് മർക്കാദിയുടെ ബർക്കത്താണ്, ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങളുടെ ബർക്കത്താണ്, മഹാന്മാരായ സൈനുദ്ദീൻ മഖ്ദൂമുമാരുടെ ബർക്കത്താണ്. ആ ബർക്കത്ത് കൊണ്ടാ ഉറപ്പായിട്ടും എനിക്ക് പ്രസംഗിക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ പ്രസംഗിക്കാൻ പറ്റൂല. കാരണം എന്താ? അവര് കാട്ടിത്തന്ന സാമ്രാജ്യത്വത്തിനെതിരെയുള്ള വഴിയിലാണ് നമ്മളുള്ളത്. അവരെല്ലാം അതിശക്തമായ പോരാട്ടം നടത്തിയവരാ. വെള്ളക്കാരന്റെ ഭാഷ പോലും സംസാരിക്കരുതെന്ന്. വെള്ളക്കാരന്റെ ഭാഷ പോലും അവർക്ക് എന്താ വിവരമില്ലാത്തതുകൊണ്ടായിരുന്നോ? വിവരമില്ലാത്തത് കൊണ്ടായിരുന്നോ? അല്ല, അവർ വിവരമുള്ളവരായിരുന്നു, അവർ അറിവുള്ളവരായിരുന്നു, അവർ വിശുദ്ധ ഖുർആനും ഹദീസും ലോകവിജ്ഞാനവും ഒക്കെ ശക്തമായി കരസ്ഥമാക്കിയവരായിരുന്നു. അവരെ പോലെ ഗോളശാസ്ത്രം തിരിയുന്ന ശാസ്ത്രജ്ഞന്മാർ പോലും ഒന്നില്ലായിരുന്നു. അങ്ങനെയുള്ള പണ്ഡിതന്മാർ, പണ്ഡിത തറവാട്ടിലെ കാരണവന്മാർ പറഞ്ഞു. ഇന്ന് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ സുന്നി മുരാക്കന്മാർക്ക് വിവരമില്ലാത്തത് കൊണ്ടല്ല ഇംഗ്ലീഷ് പഠിക്കണ്ടെന്ന് പറഞ്ഞത്. രാജ്യസ്നേഹ